നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കണ്ണൂർ വിമാനത്താവളത്തിൽ മെയ് മാസത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ വർധന. യാത്രക്കാരുടെ എണ്ണത്തിൽ 29%, വിമാന സർവീസുകളുടെ എണ്ണത്തിൽ 36% വർധനവ്. കളിയുടെയും വിശ്രമത്തിന്റെയും അവധിക്കാലത്തിന് വിട. 2 മാസത്തെ വേനൽ അവധിക്കാലത്തിനു ശേഷം സ്കൂളുകൾ തുറന്നു. തലശ്ശേരി നഗരത്തിൽ അപകട ഭീഷണി മുഴക്കി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കി തുടങ്ങി. ആദ്യം മുറിച്ചു നീക്കിയത് പനങ്കാവ് ലൈനിലെ ഒരു കച്ചവട സ്ഥാപനത്തിന് മുന്നിലെ തണൽ മരം. നന്മയും സ്നേഹവും വിളയുന്ന കാലത്തെ വരവേൽക്കാൻ പുതിയ അധ്യയന വർഷം വഴിയൊരുക്കുമെന്ന് KP മോഹൻ MLA. വിദ്യാലയ അന്തരീക്ഷം മനോഹരമാക്കാൻ സർക്കാർ ജാഗ്രതയോടെ കൂടെയുണ്ടെന്നും MLA. വാർത്തകൾ വിശദമായി. കണ്ണൂർ വിമാനത്താവളത്തിൽ മെയ് മാസത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ വർധന. കഴിഞ്ഞ വർഷം മെയ് മാസത്തേക്കാൾ യാത്രക്കാരുടെ എണ്ണത്തിൽ 29%, വിമാന സർവീസുകളുടെ എണ്ണത്തിൽ 36% വർധനവാണ് രേഖപ്പെടുത്തിയത്. 1,47,928 പേരാണ് യാത്ര ചെയ്തത്. 1,211 സർവീസുകളും കഴിഞ്ഞ മാസം കണ്ണൂർ വിമാനത്താവളത്തിലുണ്ടായി. അന്താരാഷ്ട്ര സർവീസിൽ അബുദാബി സെക്ടറിലാണ് ഏറ്റവും അധികം യാത്രക്കാരുണ്ടായത്. 23,587 പേരാണ് അബുദാബിയിലേക്ക് യാത്ര ചെയ്തത്. ആകെ അന്താരാഷ്ട്ര യാത്രക്കാരുടെ 60%വും UAEയിലേക്കാണ്. ഫുജൈറയിലേക്കാണ് ഇൻഡിഗോ സർവീസ് തുടങ്ങിയതോടെ ദുബായ്, ഷാർജ, അബുദാബി, റാസൽ ഖൈമ, ഫുജൈറ എന്നീ 5 UAE നഗരങ്ങളിലേക്കും സർവീസുകളുള്ള ദക്ഷിണേന്ത്യയിലെ ഏക വിമാനത്താവളമായി കണ്ണൂർ മാറി. തുടക്കത്തിൽ തന്നെ ഓരോ സർവീസിലും 90%-ലധികം യാത്രക്കാർ ഫുജൈറ സെക്ടറിലുണ്ട്. ജൂൺ മധ്യത്തോടെ ദമാമിലേക്കും ഇൻഡിഗോ സർവീസുകൾ തുടങ്ങും. 13,200 പേർ യാത്ര ചെയ്ത മുംബൈ സെക്ടറിലാണ് ആഭ്യന്തര തലത്തിൽ കഴിഞ്ഞ മാസം കൂടുതൽ യാത്രക്കാരുള്ളത്. ഇൻഡിഗോയോടൊപ്പം ഏപ്രിൽ മുതൽ എയർ ഇന്ത്യ എക്സ്പ്രസും സർവീസ് തുടങ്ങിയതോടെയാണ് മുംബൈ സെക്ടറിൽ യാത്രക്കാർ വർദ്ധിച്ചത്. ഹൈദരാബാദ്, തിരുവനന്തപുരം റൂട്ടുകളിലേക്കും എയർ ഇന്ത്യ എക്സ്പ്രസ് മെയിൽ സർവീസുകൾ തുടങ്ങിയിരുന്നു. മെയ് 11 മുതൽ 29 വരെ 4,756 ഹജ്ജ് തീർത്ഥാടകർ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടു. ഇവരെ തിരികെ നാട്ടിലെത്തിക്കുന്ന 2ാം ഘട്ട സർവീസുകൾ ജൂൺ 30-ന് ആരംഭിക്കും. വർണ്ണാഭമായി തലശ്ശേരി മേഖലയിലെ വിദ്യാലയങ്ങളിലും പ്രവേശനോത്സവം. തലശ്ശേരി നഗരസഭാ തല, സബ് ജില്ലാതല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം ചിറക്കര കുഞ്ഞാമ്പറമ്പ് UP സ്കൂളിൽ ചെയർപേഴ്സൺ KM ജമുന റാണി ടീച്ചർ നിർവഹിച്ചു. മഴ മാറി തെളിഞ്ഞ അന്തരീക്ഷത്തിൽ അറിവ് നുകരാൻ വിദ്യാലയങ്ങളിലേക്ക് എത്തിയ കുരുന്നുകളെ മധുരവും സമ്മാനങ്ങളും നൽകി ഏറെ സന്തോഷത്തോടെയും ആഘോഷത്തോടെയുമാണ് അധ്യാപകരും PTA ഭാരവാഹികളും മുതിർന്ന വിദ്യാർത്ഥികളും ചേർന്ന് സ്വീകരിച്ചത്. ചിലർ സ്കൂളിലെ കാഴ്ചകൾ കൗതുകത്തോടെ നോക്കിയപ്പോൾ മറ്റു ചിലർ അമ്മയുടെയും അച്ഛന്റെയും കൈപിടിച്ച് കരയുകയായിരുന്നു. തലശ്ശേരി മേഖലയിലെ ഓരോ വിദ്യാലയങ്ങളിലും പ്രവേശനോത്സവം വിപുലമായി തന്നെ ആഘോഷിച്ചു. ചിറക്കര കുഞ്ഞാമ്പറമ്പ് UP സ്കൂളിൽ തലശ്ശേരി സബ് ജില്ലാതല, നഗരസഭാതല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി ടീച്ചർ നിർവഹിച്ചു. ഓരോ അധ്യയന വർഷവും ഓരോ അനുഭവങ്ങളാണ്. നമ്മുടെ മികവിന്റെ വർഷമാണിത്. അപ്പോൾ നേരത്തെ അഡ്മിനിസ്ട്രേഷൻ ഇവിടെ വായിച്ചു കഴിഞ്ഞു കുഞ്ഞാമ്പറമ്പ് സ്കൂളിന്റെ പല പ്രവർത്തന മികവിനെ കുറിച്ചും. അപ്പോൾ ഇതിനേക്കാളും മെച്ചപ്പെട്ട മികവ് അടുത്ത വർഷത്തേക്ക് നമ്മളെ കാത്തിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും പങ്കെടുത്തത് പുതിയ സ്കൂൾ, പുതിയ അന്തരീക്ഷം, അങ്ങനെ എല്ലാം സർവത്ര ഒരു പുതിയ ലോകത്തേക്കും കാലത്തേക്കും കാൽവെച്ച് നോക്കുമ്പോൾ നമ്മുടെ കുട്ടികളെ ശരിയായ ദിശയിലേക്ക് നമുക്ക് നടത്തിക്കണമെങ്കിൽ ഒരുപക്ഷെ അധ്യാപകർക്കും അതിൽ ഏറെ പങ്കുണ്ട്, അതിനേക്കാൾ കൂടുതൽ രക്ഷിതാക്കൾക്കുണ്ട്. ഇപ്പോൾ ഒരു സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം നമ്മുടെ വിദ്യാലയമാണ്. അപ്പോൾ അവൻ അറിവിൻ്റെ, പ്രകാശത്തിൻ്റെ, അതുപോലെ കർമ്മനിരതാരാക്കുന്ന വഴികളിലേക്ക് നമുക്ക് കൈപിടിച്ച് ഉയർത്തണമെങ്കിൽ നമ്മുടെ അധ്യാപകർ ഒരുപാട്, പഴയ കാലത്തല്ല ഈ കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടതുണ്ട്. അപ്പോൾ അതിനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് ഈ അധ്യാപകരും ഈ സ്കൂളിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. വാർഡ് കൗൺസിലർ K ഭാർഗവൻ അധ്യക്ഷനായി. നവാഗതരെ സ്വീകരിക്കലും പഠനോപകരണ കിറ്റ് വിതരണവും
തലശ്ശേരി സൗത്ത് എഇഒ EP സുജാത ടീച്ചർ നിർവഹിച്ചു. തലശ്ശേരി സൗത്ത് BRC BPC സഗീഷ് മാസ്റ്റർ, കുഞ്ഞാമ്പറമ്പ് UP സ്കൂൾ മാനേജർ TM രാജലക്ഷ്മി ടീച്ചർ, ഡയറ്റ് ലെക്ചറർ അനുപമ ബാലകൃഷ്ണൻ, കുഞ്ഞാമ്പറമ്പ് UP സ്കൂൾ PTA പ്രസിഡന്റ് PP കാസിം, സ്കൂൾ വികസന സമിതി അംഗം സുനിൽകുമാർ, കുഞ്ഞാമ്പറമ്പ് UP സ്കൂൾ റിട്ടയർഡ് പ്രധാനാധ്യാപകരായ ലക്ഷ്മിക്കുട്ടി, മഞ്ജുള എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക TP സഹന സ്വാഗതവും TV റാഷിദ നന്ദിയും പറഞ്ഞു. തലശ്ശേരി നഗരത്തിൽ അപകട ഭീഷണി മുഴക്കി നിൽക്കുന്ന മരങ്ങൾ മുറിച്ച് നീക്കി തുടങ്ങി. പഴയ ബസ് സ്റ്റാൻഡ് ജൂബിലി ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരത്തെ പനങ്കാവ് ലൈനിലെ ഒരു കച്ചവട സ്ഥാപനത്തിന് മുന്നിലെ തണൽ മരമാണ് മുറിച്ച് നീക്കിയത്. ജൂബിലി കോംപ്ലക്സ് പരിസരത്തെ പനങ്കാവ് ലൈനിലെ ഒരു കച്ചവട സ്ഥാപനത്തിന് മുന്നിലെ തണൽ മരമാണ് മുറിച്ചു നീക്കിയത്. ഏതു നിമിഷവും നിലംപൊത്താൻ പാകത്തിലാണ് മരത്തിന്റെ നിൽപ്പ്. കടയുടെ മുന്നിലെ മേൽക്കൂരയ്ക്ക് മുകളിൽ ചാഞ്ഞു നിൽക്കുകയായിരുന്നു മരം. സമീപത്തെ ജൂബിലി ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരത്തെ അപകട ഭീഷണി ഉയർത്തി നിന്ന ആൽമരത്തിന്റെ ശിഖരങ്ങളും മുറിച്ചു നീക്കിയിട്ടുണ്ട്. പനങ്കാവ് ലൈനിലെ കെട്ടിടത്തിൽ ഏകദേശം 50ഓളം കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. കൂടാതെ ഏതു സമയവും ആളുകൾ കടന്നുപോകുന്ന വഴി കൂടിയാണിത്. മരം മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് കച്ചവടക്കാർ അധികാരികൾക്ക് മുൻപ് നിരവധി തവണ പരാതി നൽകിയിരുന്നു. ഒടുവിലാണ് നഗരസഭ അധികൃതർ ഇടപെട്ട് മരങ്ങൾ മുറിച്ചു നീക്കി തുടങ്ങിയത്. പ്രദേശത്തെ വൈദ്യുതി ബന്ധവും വിച്ഛേദിച്ചിരുന്നു. ക്രെയിൻ സ്ഥലത്തെത്തിച്ചാണ് അപകടം കൂടാതെ മരം മുറിച്ചു മാറ്റിയത്. കഴിഞ്ഞ ദിവസം ജനറൽ ആശുപത്രിക്ക് മുൻവശത്തെ പുളിമരം കടപുഴകി 6ഓളം ഇരുചക്ര വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. നന്മയും സ്നേഹവും വിളയുന്ന കാലത്തെ വരവേൽക്കാൻ പുതിയ അധ്യയന വർഷം വഴിയൊരുക്കുമെന്നും വിദ്യാലയ അന്തരീക്ഷം മനോഹരമാക്കാൻ സർക്കാർ ജാഗ്രതയോടെ കൂടെയുണ്ടെന്നും KP മോഹൻ MLA. കോട്ടയം മലബാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒന്നിച്ച് ഒന്നായി ഒന്നാവാം പ്രവേശനോത്സവത്തിന്റെ മണ്ഡലതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഠനവും കലാകായിക പ്രവർത്തനങ്ങളും ലഹരിയായി ഓരോ കുട്ടിയും പരിഗണിക്കുമ്പോൾ നല്ലൊരു തലമുറ പിറവികൊള്ളുമെന്നും KP മോഹനൻ MLA പറഞ്ഞു. അധ്യാപകരും ടീച്ചേഴ്സും നമ്മുടെ ഇപ്പോൾ ഇവിടുത്തെ PTA പ്രസിഡന്റ് ആയിരിക്കുന്നത് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെയാണ്. അതുകൊണ്ട് കൂടുതൽ സൗകര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാ അർത്ഥത്തിലും ഞങ്ങളാൽ കഴിയുന്നതും സർക്കാരുകൾ കഴിയുന്നതും അതോടൊപ്പം തന്നെ പ്രാദേശിക ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നൊക്കെ തന്നെ കൂടുതൽ സഹായങ്ങൾ ലഭിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ വിദ്യാഭ്യാസത്തെ വെല്ലുവിളിയായിട്ടല്ല ഇന്ന് സ്വീകരിക്കുന്നത്. വിദ്യാഭ്യാസം എന്നത് നമ്മളോടൊപ്പമുള്ളതാണ്. അത് നന്നായി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നത് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അധ്യാപകർക്ക് ഇന്ന് ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനവും അതോടൊപ്പം തന്നെ കുട്ടികളെ രസിപ്പിച്ചുകൊണ്ട് കളിപ്പിച്ചുകൊണ്ടൊക്കെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് മുന്നോട്ട് പോവുകയാണ്. സുംബോ ഡാൻസ് അടക്കം പഠിച്ചുകൊണ്ട് അധ്യാപകർ വരികയും അതോടൊപ്പം തന്നെ കുട്ടികളെ ആ രംഗത്തേക്ക് കൊണ്ട് കുട്ടികളെ വിദ്യാഭ്യാസ രംഗത്ത്, കലാരംഗത്ത്, കായിക രംഗത്തൊക്കെ തന്നെ വരികയാണ്. അതിനു വേണ്ടിയിട്ട് കൂടിയാണ് ഞങ്ങളൊക്കെ തന്നെ, പ്രത്യേകിച്ച് ജനപ്രതിനിധികളായ ഞങ്ങളൊക്കെ തന്നെ ഓരോ മണ്ഡലത്തിലും വിവിധ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. കോട്ടയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രാജീവൻ അധ്യക്ഷനായി. കൂത്തുപറമ്പ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KP സുധീർ മുഖ്യപ്രഭാഷണം നടത്തി. BPC N സതീന്ദ്രൻ പദ്ധതി വിശദീകരിച്ചു. വാർഡംഗം AK സുഫിറ, MB ദിലീപ് കുമാർ, TK ഷമീം, നവാസ് ചേനോത്ത്, KT ചിത്ര, പത്മനാഭൻ, T നിഷ എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ M ലളിത സ്വാഗതവും പ്രധാനാധ്യാപിക ഷീജ പോനോൻ നന്ദിയും പറഞ്ഞു. കൂത്തുപറമ്പിൽ ശക്തമായ കാറ്റിലും മഴയിലും വാഴകൃഷി നശിച്ചു. ആമ്പിലാട് ചോരക്കുളം യുവജന വായനശാലയ്ക്ക് സമീപം ദീപം വീട്ടിൽ KG സുധാകരന്റെ നേന്ത്രവാഴകളാണ് നിലം പൊത്തിയത്. വീടിന്റെ പിറകുവശത്ത് കരിങ്കൽ കോറി നികത്തിയ വിശാലമായ സ്ഥലത്താണ് സുധാകരൻ വാഴകൃഷി ചെയ്തിരുന്നത്. കുലച്ചതും കുലക്കാറായതുമായ 400ഓളം വാഴകളാണ് കാറ്റിൽ നശിച്ചത്. വേനൽക്കാലത്തുൾപ്പെടെ വെള്ളം പമ്പ് ചെയ്താണ് കൃഷി നടത്തിയത്. വിപണിയിൽ നേന്ത്രക്കായ്ക്ക് നല്ല വിലയും കർഷകർക്ക് ലഭിക്കുന്നുണ്ട്. വിളവെടുക്കാൻ പാകമാകുമ്പോഴേക്കും വാഴകൃഷി നശിച്ചത് കർഷകന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത്. കൂത്തുപറമ്പ് കൃഷിഭവനിൽ പരാതി നൽകി 2 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. പാനൂർ സബ് ജില്ലാ പ്രവേശനോത്സവം എലാങ്കോട് LP സ്കൂളിൽ നടന്നു. KP മോഹൻ MLA ഉദ്ഘാടനം ചെയ്തു.
പാനൂർ സബ് ജില്ലാതല പ്രവേശനോത്സവം KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് എല്ലാ വിദ്യാലയങ്ങളിലും ഒരു കളിസ്ഥലം, ആ കളിസ്ഥലത്തിന് വേണ്ട സ്പോർട്സ് കിറ്റൊക്കെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുകയാണ്. MLA ഫണ്ടിൽ നിന്ന് സ്പോർട്സ് കിറ്റ് കൊടുത്തു. ആ സ്പോർട്സിൻ്റെ ഉദ്ദേശം ഒരു വിദ്യാലയത്തിൽ ഒരു കളിസ്ഥലം എന്നതാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട AEO ശ്രീ ബൈജു മുൻകൈ എടുത്തുകൊണ്ട് ഇപ്പോൾ പുതുതായിട്ട് 13 വിദ്യാലയങ്ങളിൽ കളിസ്ഥലം ഉണ്ടായിരിക്കുകയാണ്. ഈ വർഷം അവസാനിക്കുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ വിദ്യാലയങ്ങളിലും കളിസ്ഥലം ഉണ്ടാവാൻ പോവുകയാണ്. കളിസ്ഥലം ഉണ്ടാകുമ്പോൾ കളിയുമായിട്ട് കുട്ടികൾ വരുമ്പോൾ, വായനയുമായിട്ട് വരുമ്പോൾ കുട്ടികളെയൊക്കെ തന്നെ മറ്റ് നമുക്ക് അപകടകരമായ പല രംഗങ്ങളുമുണ്ട്, അതിനൊക്കെ തന്നെ മാറ്റി നിർത്താൻ സാധിക്കും. നമ്മുടെ മാലിന്യം സംസ്കരിക്കാൻ വേണ്ടിയും അതോടൊപ്പം തന്നെ മയക്കുമരുന്നിനെതിരെയുമുള്ള വലിയൊരു സന്ദേശമായിട്ട് അത് മാറുകയും ചെയ്യും. അപ്പോൾ കായിക രംഗത്ത്, കലാരംഗത്ത് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക, വായന രംഗത്ത് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക, അതിലൂടെ കുട്ടികൾക്ക് കൂടുതൽ ശക്തി പകർന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമ്പോൾ വിദ്യാഭ്യാസ രംഗം വെറുതെ പഠിക്കുക എന്നതിനേക്കാൾ ഉപരി കൂടുതൽ സാമൂഹ്യപരമായ സാംസ്കാരികപരമായ കാര്യങ്ങളിലൊക്കെ തന്നെ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന രൂപത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ചടങ്ങിൽ SSLCക്ക് മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ പൂർവ്വ വിദ്യാർത്ഥി ഫിദ ഫാത്തിമയ്ക്കുള്ള അനുമോദനവും MLA നിർവഹിച്ചു. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം അധ്യക്ഷനായി. പാനൂർ AEO ബൈജു കേളോത്ത് LSS വിജയികളെ അനുമോദിച്ചു. വാർഡ് കൗൺസിലർ സജീദ അനീവൻ നവാഗതരെ സ്വീകരിച്ചു. ISSG കൺവീനർ അബൂബക്കർ, HM ഫോറം സെക്രട്ടറി ബിജേഷ് മാസ്റ്റർ, അക്കാദമിക് കൗൺസിൽ സെക്രട്ടറി രാജേഷ് മാസ്റ്റർ, PTA പ്രസിഡന്റ് സുധീഷ്, മദർ PTA പ്രസിഡന്റ് ഗ്രീഷ്മ ബിനീഷ് എന്നിവർ സംസാരിച്ചു. പ്രധാന അധ്യാപിക U അജിത സ്വാഗതവും ആയിഷ തമന്ന നന്ദിയും പറഞ്ഞു. പാനൂർ നഗരസഭാ തല പ്രവേശനോത്സവം എലാങ്കോട് സെൻട്രൽ LP സ്കൂളിൽ വെച്ച് നടന്നു. പാനൂർ മുനിസിപ്പൽ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടനം ചെയ്തു. എലാങ്കോട് സെൻട്രൽ LP സ്കൂളിൽ നടന്ന പാനൂർ മുനിസിപ്പൽ തല പ്രവേശനോത്സവം നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടനം ചെയ്തു. നാളെയുടെ പ്രതീക്ഷകളായി, നാളെയുടെ മേൽവിലാസമായി ഈ നാടിന്റെ മുഖ്യധാരയിൽ ഓരോ പടവുകളും കയറി പോകുമ്പോൾ രാജ്യത്തെ ഒരു പ്രവേശനോത്സവത്തിന്റെ മുറ്റത്തേക്ക് കാലെടുത്തു വെക്കുമ്പോൾ എന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ, എനിക്ക് മേൽവിലാസം ഉണ്ടാക്കിയെടുക്കാൻ എന്നെ ഞാനാക്കി വളർത്തിയതിൽ ആദ്യമായി ഞാൻ എന്റെ പാദമൂല്യ മുറ്റം ഇതാണ് എന്ന് ആ കുട്ടികളുടെ മനസ്സിന്റെ അകത്തേക്ക് എല്ലാ കാലത്തും ഓർമ്മിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ വിദ്യാലയം മാറും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. കാരണം കഴിവുള്ള ഒരുപാട് അധ്യാപകർ ഇവിടെയുണ്ട്. മനസ്സിന്റെ അകത്ത് ഓരോ കുട്ടിയെയും ഇവിടെ ഇപ്പൊ എഴുതി വെച്ചിട്ടുണ്ട്, ഒന്നിച്ചൊന്നായി ഒന്നാവാം, വേർതിരിവില്ലാതെ. ഇതിൽ പറഞ്ഞതുപോലെ മുന്നിലിരിക്കുന്ന ഓരോ കുട്ടിയും വേർതിരിവില്ലാതെ അവരുടെ മനസ്സിന്റെ അകത്തേക്ക്, ആ വിദ്യാർത്ഥിയുടെ മനസ്സിന്റെ അകത്തേക്ക്, ഹൃദയത്തിനകത്തേക്ക് അധ്യാപകരാകും. പാനൂർ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഇബ്രാഹിം ഹാജി അധ്യക്ഷനായി. നവാഗതരെ ചെയർമാന്റെ നേതൃത്വത്തിൽ കിരീടമണിയിച്ച് വിദ്യാലയത്തിലേക്ക് സ്വീകരിച്ചാനയിച്ചു. ഈ വർഷത്തെ പ്രവേശനോത്സവ ഗാനം നൃത്ത ചുവടുകളോടെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. നവാഗതർക്കുള്ള പ്രവേശനോത്സവ കിറ്റ് വിതരണം PK ഇബ്രാഹിം ഹാജി നിർവഹിച്ചു. നഗരസഭയിലെ വിദ്യാലയങ്ങൾക്കുള്ള പഠനോപകരണ കിറ്റ് പ്രധാനാധ്യാപകൻ രാജേഷ് മാസ്റ്റർ ചെയർമാൻ PK ഹാഷിമിൽ നിന്നും ഏറ്റുവാങ്ങി. വിദ്യാലയത്തിലെ LSS ജേതാക്കളെയും SSLCക്ക് ഫുൾ A+ നേടിയ പൂർവ്വ വിദ്യാർത്ഥികളെയും ആദരിച്ചു. സ്കൂൾ മാനേജർ V മുഹമ്മദ് ഷെരീഫ്, PTA പ്രസിഡന്റ് PP മുഹമ്മദ് അലി, മദർ PTA പ്രസിഡന്റ് ഫസ്ന കബീർ, രാജൻ മാസ്റ്റർ, PP അബൂബക്കർ, KV യൂസഫ്, A അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. തിരുവങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒന്നിച്ച് ഒന്നായി ഒന്നാവാം എന്ന പേരിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. തലശ്ശേരി സബ് കളക്ടർ കാർത്തിക് പാണിഗ്രാഹി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. തിരുവങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവേശനോത്സവം
തലശ്ശേരി സബ് കളക്ടർ കാർത്തിക് പാണിഗ്രാഹി ഉദ്ഘാടനം ചെയ്തു. എന്തെങ്കിലും സക്സസ് കരിയർ സക്സസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് അത് കാരണം എൻ്റെ മെസ്സേജാണ് എല്ലാ കുട്ടികൾക്കും. ഇന്നത്തെ ഓരോ നിങ്ങളുടെ വളരെ സ്പെഷ്യൽ ഡേ ആണ്. നിങ്ങളുടെ ടീച്ചർമാർ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ ലൈഫിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഉണ്ടാവും. നിങ്ങൾ ലൈഫിൽ എന്തെങ്കിലും ചെയ്യും, അത് സ്കൂളിലാണെങ്കിൽ അത് ആദ്യമായിട്ട് നിങ്ങൾക്ക് എന്താ ഐഡിയ കിട്ടും. ടീച്ചർമാർ പേരൻസിന് ശേഷം നിങ്ങൾക്ക് സ്കൂളിലെ നല്ല സുഹൃത്തുക്കൾ കിട്ടും. ഇപ്പോഴും എൻ്റെ സ്കൂളിൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ ഞാൻ കോൺടാക്റ്റിലാണ്. അത് ഇപ്പോഴായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അത് ലൈഫ് ലോങ് ഉണ്ടാവും. ഇങ്ങനെയായിട്ടുള്ള സ്കൂളിൻ്റെ സൃഷ്ടിച്ച ഒരു ഫ്രണ്ട്ഷിപ്പാണ്. അടുത്തത് 2 കാര്യങ്ങളാണ് എനിക്ക് പറയാൻ കൂടുതലായിട്ട് പറയുക. ഇത് നിങ്ങളുടെ ദിവസമാണ്. ഈ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സൊസൈറ്റിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ്. ആദ്യമായിട്ട് ലഹരി വസ്തുക്കളുടെ വിഷയമാണ്. എല്ലാവർക്കും അറിയാം, ഈ നമ്മുടെ സംസ്ഥാനത്തിൽ ലഹരിൻ്റെ വലിയൊരു പ്രശ്നമാണ്. ചിലപ്പോൾ ഇത് സ്കൂളിൻ്റെ കോളേജ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ്. വാർഡ് കൗൺസിലർ ഇ ആശ അധ്യക്ഷയായി. പ്രിൻസിപ്പൽ എം സത്യൻ, പ്രധാനാധ്യാപിക ടി രജനി, സ്കൂൾ വികസന സമിതി ചെയർമാൻ VK സുകുമാരൻ, PTA വൈസ് പ്രസിഡന്റ് U ബ്രിജേഷ് എന്നിവർ സംസാരിച്ചു. PTA പ്രസിഡന്റ് PK ബിജില സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി L യേശുദാസൻ നന്ദിയും പറഞ്ഞു. മൊകേരി ഗ്രാമപഞ്ചായത്തിൽ 2ാം വാർഡിൽ അങ്കണവാടിക്ക് സ്വന്തമായി ഒരു കെട്ടിടം ഒരുങ്ങുന്നു. കാരുണ്യ കനാൽ റോഡ് പരിസരത്ത് KP മോഹൻ MLA അങ്കൺവാടി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. അങ്കൺവാടി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം KP മോഹനൻ MLA നിർവഹിച്ചു. പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ലഭിക്കുന്നത് ഇപ്പോൾ അംഗനവാടിയിലൂടെയാണ്. അതോടൊപ്പം ആ പ്രദേശത്തുള്ള അമ്മമാർക്കൊക്കെ തന്നെ ഒരു ആശാ കേന്ദ്രമാണ്. കുട്ടികളെ അവിടെ അയക്കാൻ, കുട്ടികൾ പഠിക്കുന്നത് അവരെയൊക്കെ തന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ സ്വന്തം മക്കളെ പോലെ വർക്കർമാരും ഹെൽപ്പർമാരും നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതി അവിടെയുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ്. ഇനിയിപ്പോ ഇവിടെ 5 സെന്റ് സ്ഥലമുണ്ട്. സാധാരണ 3 സെന്റ് സ്ഥലമാണ് പലർക്കും കിട്ടാറില്ലേ. 5 സെന്റ് സ്ഥലമുണ്ട്. അതുകൊണ്ട് 25 ലക്ഷം രൂപ ഞാൻ കൊടുത്തു. മറ്റൊന്നുകൂടി പറയാനുള്ളത്, അവിടെ നമുക്ക് കുട്ടികൾക്ക് കളിക്കാനും കാര്യങ്ങളൊക്കെ തന്നെ ആയിട്ട് വേണം. അതിന് ഒരു 3 ലക്ഷം രൂപയും കൂടി നൽകുന്നതാണ്. കാരണം ഏറ്റവും ആവശ്യമാണ്. കുട്ടികൾ മറ്റൊരു സ്ഥലത്ത് വരാം. അപ്പൊ അത് കിട്ടിയാൽ കുട്ടികളൊക്കെ തന്നെ വലിയ സന്തോഷമുണ്ടാകും. കുട്ടികൾക്ക് തന്നെ ആടാനും കളിക്കാനും ഒക്കെ തന്നെ സൗകര്യം പറ്റും. അപ്പോൾ ഇത് പൂർത്തീകരിക്കുന്ന മുറക്ക് ഇപ്പം തന്നെ പണം കൊടുക്കും. പക്ഷെ പൂർത്തീകരിക്കുന്ന മുറക്ക് മാത്രമേ അത് നമുക്ക് എവിടെയാണ് സ്ഥാപിക്കാൻ കഴിയുമെന്ന് ആലോചിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയാം. അപ്പോൾ നല്ല കിച്ചണും കാര്യങ്ങളും ഒക്കെ തന്നെയായിട്ട് ഇപ്പോൾ അംഗനവാടികളൊക്കെ തന്നെ പണിയുന്നു. എന്തായാലും വികസന കാര്യത്തിൽ നമ്മളൊക്കെ തന്നെ എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഏത് കാര്യത്തിലാണ് നമ്മൾ ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ റോഡ് കണ്ടിട്ടുണ്ട് എത്ര സുന്ദരമായി. എനിക്കൊന്നും ഇവിടെ ഒന്നും അടുത്തൊന്നും ഇത്ര നല്ല റോഡിലാണ്. മൊകേരി പഞ്ചായത്ത് പ്രസിഡന്റ് P വത്സൻ അധ്യക്ഷനായി. മൊകേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M രാജശ്രീ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VP ഷൈനി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന ദേവരാജ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പ്രദീപൻ A, ജഗതി, നാസർ കുരാറ, പ്രസാദ് വള്ളങ്ങാട് എന്നിവർ സംസാരിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP റഫീഖ് സ്വാഗതവും സൂപ്പർവൈസർ ജീന നന്ദിയും പറഞ്ഞു. ചെണ്ടയാട് സരസ്വതി വിജയം UP സ്കൂൾ ചുമരുകൾ വർണ്ണ വിസ്മയമായി മാറ്റിയതിന് പിന്നിൽ പൂർവ്വ വിദ്യാർത്ഥിയായ 9ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ശ്രമം. പാഠഭാഗങ്ങൾ ആസ്പദമാക്കിയുള്ള ചിത്രങ്ങളിലൂടെയാണ് ഈ പൂർവ്വ വിദ്യാർത്ഥി മുഹമ്മദ് സയാൻ തന്റെ കലാപാഠവും തെളിയിച്ചത്. ഒരു റിപ്പോർട്ട്. LKG UKG പാഠഭാഗങ്ങൾ ആസ്പദമാക്കിയുള്ള ചിത്രങ്ങളിലൂടെയാണ് ക്ലാസ് ചുമർ മനോഹരമാക്കിയത്. വരയുടെ വിസ്മയ ലോകത്തിലേക്ക് കുട്ടിക്കാലത്ത് തന്നെ ചുവടുവെച്ച കലാകാരനാണ് സരസ്വതി വിജയം UP സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയായ മുഹമ്മദ് സയാൻ. മുഹമ്മദ് സയാനാണ് വിദ്യാലയത്തിലെ LKG UKG ക്ലാസ് മുറികളുടെ ചുമരുകളിൽ പാഠഭാഗ്യങ്ങളെ ആസ്പദമാക്കി ചിത്രങ്ങൾ ഒരുക്കിയത്. ഏവരുടെയും ശ്രദ്ധ നേടുകയാണ്
ഈ ചിത്രങ്ങൾ. കുട്ടികൾക്ക് പഠനം എളുപ്പമാക്കാൻ ഈ രീതിയിലുള്ള ചിത്രം വളരെയധികം സഹായകമാണെന്നും സയാൻ്റെ ശ്രമം ഏറെ പ്രശംസനീയമാണെന്നും പ്രധാനാധ്യാപകൻ മനോജ് കുമാർ പറഞ്ഞു. ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയായ മുഹമ്മദ് സയാൻ നല്ലൊരു ചിത്രകാരനാണ് എന്നുള്ള കാര്യം നമ്മുടെ വിദ്യാലയത്തിൽ വെച്ച് കണ്ടെത്തുകയും അവൻ ധാരാളം ചിത്രങ്ങൾ ക്ലാസ് റൂമിലും പുറത്തും അവൻ വരച്ച് ശീലമുള്ള വിദ്യാർത്ഥിയാക്കി മാറ്റാൻ നമ്മുടെ വിദ്യാലയത്തിലെ അധ്യാപകന്മാർ നല്ല വണ്ണം ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കോവിഡ് സമയത്ത് എല്ലാവരും വീട്ടിലിരിക്കുന്ന സമയത്ത് ചിത്ര വരയിൽ ധാരാളം ശ്രദ്ധിക്കുകയും അങ്ങനെ മതിലിലും മറ്റു സ്ഥലത്തുമായിട്ട് ധാരാളം മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുകയും അധ്യാപകന്മാർ അവൻ്റെ വീട് സന്ദർശിക്കുകയും നല്ലൊരു പ്രചോദനം നൽകുകയും ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ നമ്മുടെ വിദ്യാലയത്തിൽ വന്ന് LKG UKG ക്ലാസ്സിൽ ധാരാളം കുട്ടികൾ പഠിക്കുന്ന ഒരു LKG UKG നഴ്സറി വിഭാഗത്തിൽ ധാരാളം കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ് നമ്മുടെ വിദ്യാലയം. ആ കുട്ടികൾക്ക് പ്രചോദനമാകുന്ന വിധത്തിൽ ചുമരിൽ ചിത്രം പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ട് മനോഹരമായ ചിത്രം കുട്ടികൾക്ക് പഠിക്കാൻ പാകത്തിൽ അക്ഷരങ്ങളും ചിഹ്നങ്ങളും ചിത്രങ്ങളും വരച്ചുകൊണ്ട് കഥ ഉൾപ്പെടുന്ന ചിത്രങ്ങൾ വരച്ചുകൊണ്ട് മനോഹരമായ ചിത്രമാണ് നമ്മൾ സയാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. കോവിഡ് കാലത്ത് പഠനം വീടുകളിലേക്ക് കുടിയേറിയപ്പോൾ വീട്ടുമതിലുകൾ സയാൻ്റെ ക്യാൻവാസ് ആയിരുന്നു. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സയാൻ വീട്ടുചുമരിൽ ചിത്രങ്ങൾ വരച്ചത്. ഇത് വലിയ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. വിദ്യാലയത്തിലെ അധ്യാപകരും നാട്ടുകാരും ബന്ധുക്കളും വീട്ടിലെത്തി സയാനെ അഭിനന്ദിച്ചിരുന്നു. അധ്യാപകരുടെ ഭാഗത്തു നിന്നും മറ്റും ലഭിച്ച പ്രോത്സാഹനങ്ങൾ പ്രചോദനമായപ്പോൾ ചിത്രകലയിൽ പ്രത്യേക പരിശീലനം ഒന്നും ലഭിക്കാത്ത സയാന് ചിത്രരചനയിലുള്ള കഴിവ് ഒരു വരുമാനമാർഗം കൂടിയായി മാറുകയായിരുന്നു. മാവിലേരി ഇർഷാദ് സുബിയാൻ മദ്രസയിൽ ചുമരിൽ വർണ്ണചിത്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കോവിഡ് സമയത്തായിരുന്നു ഇങ്ങനെ ചുമരിൽ വരക്കാമെന്നുള്ളൊരു ആശയത്തിലെത്തിയത്. അങ്ങനെ വീട്ടു ചുമരിൽ ഭംഗിയുള്ളൊരു ചിത്രം വരച്ചു. അത് കണ്ട് കുടുംബക്കാരും മാഷുമാരെല്ലാം നല്ലൊരു പ്രോത്സാഹനമായിരുന്നു തന്നത്. പിന്നെ ഇപ്പോൾ 2 ആഴ്ച മുമ്പ് വീട്ടു ചുമരിൽ വീണ്ടും ഒരു ചിത്രം വരച്ചു. അത് കണ്ടിട്ടാണ് മാഷി സ്കൂളിൽ വരക്കാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്. അങ്ങനെ ഇപ്പോൾ ഒരാഴ്ചനെ കൊണ്ട് മുഴുവനായിട്ട് വരച്ചു 2 ക്ലാസ്. എന്തൊക്കെ കാര്യങ്ങളാണ് വരച്ചത്? അക്കാനിശ്ശേരി ഓർക്കാട്ടേരി വീട്ടിൽ സമീറിന്റെയും ഹൈറുനിസയുടെയും മകനാണ്. മൊകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ 9ാം തരം വിദ്യാർത്ഥിയാണ് സയാൻ. മുസ്ലിം ലീഗ് കോടിയേരി മേഖല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. മൂഴിക്കര മാപ്പിള LP സ്കൂളിൽ മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ ട്രഷറർ കാട്ടൂർ മഹമ്മൂദ് ഉദ്ഘാടനം ചെയ്തു. വിജയാരവം 2025 പരിപാടിയിൽ മാഹി MLA രമേശ് പറമ്പത്ത് മുഖ്യാതിഥിയായി. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ ട്രഷറർ കാട്ടൂർ മഹമ്മൂദ് ആദര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ മുമ്പിൽ ഇതിനൊക്കെയുള്ള അവസരങ്ങൾ ഇങ്ങനെ തുറന്നു കിടക്കുകയാണ്. SSLC കഴിയുമ്പോൾ +1 ഏത് സബ്ജക്റ്റ് എടുക്കണം എന്ന് തീരുമാനിക്കാൻ വളരെ മനോഹരമായി സിജി പോലുള്ള സംവിധാനങ്ങൾ നാട്ടിലുണ്ട്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തി എൻ്റെ മോൻ അല്ലെ എൻ്റെ മകൾ അവരുടെ അഭിരുചി ഏത് സബ്ജക്റ്റിലാണ് എന്ന് കണ്ടെത്തി അതിന് കൊണ്ടുപോയി ചേർക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ കാലത്ത് നമ്മുടെ രക്ഷിതാക്കൾ തീരുമാനിക്കും എൻ്റെ മകൻ ഡോക്ടറാകണം, അല്ലെങ്കിൽ എൻ്റെ മകൻ എഞ്ചിനീയർ ആകണം. ഒരഭിരുചിയും അതുമായി ഇല്ലാത്ത കുട്ടികളെ പിടിച്ചു കൊണ്ടുപോയതിനിട്ട് എന്താണ്ടായ കഥ? സെക്കൻഡ് ഗ്രൂപ്പ് എടുക്കും, അവസാനം അത് തോറ്റ് അല്ലെങ്കിൽ തന്നെ കഷ്ടിച്ച് രക്ഷപ്പെട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. ഒരു ചിത്രം വരയ്ക്കുന്ന ഒരു കുട്ടിയെ അതിന് വിടണം. കലാഭിരുചിയുള്ള അവരുടെ സർഗസാധനകളെ തൊട്ടുണർത്തുന്ന വിധത്തിൽ കാര്യങ്ങൾ പോകണം. ചിത്രം വരയ്ക്കുന്നവനെ കൊണ്ടുപോയി സയൻസ് പഠിപ്പിക്കാൻ നിർത്തിയാൽ കാര്യം നടക്കില്ല. അതുപോലെ മനോഹരമായി പാടാൻ കഴിയുന്ന ഒരു കുട്ടിയെ അത് പഠിപ്പിക്കണം. അപ്പോൾ അവനെ സംഗീതത്തിലേക്ക് വിടണം. അങ്ങനെ തുടങ്ങി കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലും പുറം നാടുകളിലുമായി വ്യാപിച്ചു കിടക്കുന്നുണ്ട്. മാഹി MLA രമേശ് പറമ്പത്ത് മുഖ്യാതിഥിയായി. അതിൻ്റെ സ്റ്റാറ്റസും അതിൻ്റെ പ്രോട്ടോക്കോളും ഒക്കെ തന്നെ വിദ്യാർത്ഥികൾക്കും പഠിതാക്കൾക്കും ഏറെ സൗകര്യമാണ്. പക്ഷേ ഞാനൊരു സ്റ്റഡി ചെയ്ത് നോക്കുമ്പോൾ ഇന്ന്
ഒരു 50,000 60,000 രൂപ മാത്രമാണ് ഒരു ഡോക്ടർക്ക് ഇന്ന് ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ നിന്നും മറ്റും കൊടുക്കപ്പെടുന്നത്. ഒരുപാട് ഉത്തരവാദിത്വമുണ്ട്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയുന്നത്, നിങ്ങൾ +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾ രക്ഷിതാക്കളെയും ചേർത്ത് നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പോകുന്നതിൻ്റെ 6 മാസം മുന്നേ, അതായത് +1 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കൗൺസിലിംഗ് ക്ലാസ്സിലേക്ക് നിങ്ങൾ പോകണം. രക്ഷിതാക്കൾ ആദ്യം പഠിക്കണം എങ്ങനെ ഏത് കുട്ടികളെ ഏത് കോഴ്സിന് എൻ്റെ മക്കളെ ചേർക്കണമെന്ന് രക്ഷിതാക്കൾ ആദ്യം പഠിക്കണം. എന്നാൽ മാത്രമേ ലോകോത്തര നിലവാരമുള്ള കോഴ്സുകളിലേക്ക് തങ്ങളുടെ മക്കളെ, എന്ന് വെച്ചാൽ +2 എല്ലാം A+ വാങ്ങിയ വിദ്യാർത്ഥികൾ രക്ഷിതാക്കളുടെ ഊഴവും കാത്തു കിടക്കും. എല്ലാവർക്കും അറിയാവുന്നത് എഞ്ചിനീയറിംഗും അതേപോലെ തന്നെ MBBS-ഉമാണ്. അതിനപ്പുറത്തുള്ള കോഴ്സുകളെ കുറിച്ച് ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളെ കാത്ത് കിടക്കുകയാണ്. ഭൗമ എഞ്ചിനീയറിംഗിനും അതേപോലെ തന്നെ ഓഷനുള്ള എഞ്ചിനീയറിംഗിനും ഒക്കെ ഇന്ന് സീറ്റുകൾ കാലിയായി കിടക്കുകയാണ്. മുസ്ലിം ലീഗ് തലശ്ശേരി മണ്ഡലം വൈസ് പ്രസിഡന്റ് ഖാലിദ് മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. സമ്മാന വിതരണം ദുബായ് KMCC വൈസ് പ്രസിഡന്റ് PB റയീസ് നിർവഹിച്ചു. മുസ്ലിം ലീഗ് കോടിയേരി മേഖലാ വൈസ് പ്രസിഡന്റ് ലത്തീഫ് മാസ്റ്റർ, സെക്രട്ടറി KP സിദ്ദിഖ്, TP നൌഫൽ, ഉബൈദ് പാറാൽ, ജലീൽ പാറാൽ, നൌഫൽ സലാമത്ത്, റഫീഖ് കുനിയിൽ എന്നിവർ സംസാരിച്ചു. മുസ്ലിം ലീഗ് കോടിയേരി മേഖലാ പ്രസിഡന്റ് K കുഞ്ഞിമൂസ അധ്യക്ഷനായി. തലശ്ശേരി O ചന്തുമേനോൻ സ്മാരക വലിയ മാടാവിൽ ഗവൺമെന്റ് UP സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ചരിത്രകാരൻ KK മാരാർ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. O ചന്തുമേനോൻ സ്മാരക വലിയ മാടാവിൽ ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ചിത്രകാരനും കലാഗവേഷകനുമായ KK മാരാർ ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു വിദ്യാലയത്തിന്റെ ചരിത്രം ഉണ്ടല്ലോ, നിങ്ങൾക്കിപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ കുട്ടികളെ ഇന്നിവിടെ ചേർക്കുമ്പോൾ അഭിമാനത്തോടെ പറയാം, എൻ്റെ കുട്ടി എവിടെയാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ വലിയ മടാവില്ല. നമ്മുടെ ശ്രീ രവീന്ദ്രനാഥ് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോഴാണ് O ചന്തുമേനോൻ്റെ പേര് ഈ വിദ്യാലയത്തിൻ്റെ നാമത്തോടൊപ്പം കൂട്ടിച്ചേർത്തത്. അതിന് ഈ നാട്ടിൽ നിന്ന് ഒരുപടി അപേക്ഷകൾ പോയി. കാരണം മലയാളത്തിലെ ലക്ഷണയുക്തമായ ആദ്യ നോവൽ ഇന്ദുലേഖ എഴുതിയ ചന്തുമേനോൻ ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ചന്തുമേനോൻ ഉയ്യാരത്തെന്ന വീട് ഇവിടുന്ന് ഒരു 10 മിനിറ്റ് നടക്കേണ്ട വീടേ ഉള്ളൂ. അപ്പം ഈ വിദ്യാലയം ശരിയായ ഒരു വലിയ മാടാവിൽ തറവാട്ടുകാരാണ് ഇത് തുടങ്ങിയത്. ഇതിൻ്റെ തൊട്ടപ്പുറമാണ് വലിയ മാടാവിൽ തറവാട്. അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ വിദ്യാലയത്തിന് അഗ്നിബാധയുണ്ടായി. അങ്ങനെ തീപിടിച്ച് വിദ്യാലയം അവിടെ നിന്ന് കേടുപാടുകൾ പറ്റിയപ്പോഴാണ് ഈ തൊട്ട അടുത്തുള്ള മാടാവിൽ എന്നാണ് ഇതിൻ്റെ പേര്. മാടാവിൽ തറവാട്ടിലെ കാരണവര് ഈ സ്ഥലം വിട്ടുകൊടുക്കും വിദ്യാലയം പണിയാൻ. ഞാൻ മനസ്സിലാക്കിയത് അറിഞ്ഞിടത്തോളം 1 രൂപ പ്രതിഫലം വാങ്ങിയിട്ടാണ് ഈ സ്ഥലം വിട്ടുകൊടുത്തത്. PTA പ്രസിഡന്റ് PC നിശാന്ത് അധ്യക്ഷനായി. മുൻ പ്രധാനാധ്യാപകൻ പ്രസാദ് മാസ്റ്റർ അക്കാദമിക കലണ്ടർ പ്രകാശനം നിർവഹിച്ചു. CCTV ഉദ്ഘാടനം മുൻ പ്രധാനാധ്യാപകൻ KP ജയരാജൻ മാസ്റ്റർ നിർവഹിച്ചു. ലയൺസ് ക്ലബ്ബ് ഓഫ് സിറ്റി പ്രസിഡന്റ് ബിജില അനീഷ് പഠനോപകരണ കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വാർഡ് കൗൺസിലർ KV ലിജേഷ്, SMC ചെയർമാൻ MA സുധീഷ്, മദർ PTA പ്രസിഡന്റ് ബെറ്റി അഗസ്റ്റിൻ, PTA വൈസ് പ്രസിഡന്റ് ബാബുരാജ്, SRG കൺവീനർ K ബിജിഷ എന്നിവർ സംസാരിച്ചു. സീനിയർ അസിസ്റ്റന്റ് E മിനി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി MB സെലീന നന്ദിയും പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും
നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. പ്രൊഫഷണൽ ഡിഗ്രിയാണോ നിങ്ങളുടെ സ്വപ്നം? എങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിൽ BBA റിസൾട്ടിൽ 3ാം സ്ഥാനവും BComൽ 7ാം സ്ഥാനവും ലഭിച്ച ടിയാസ് കോളേജിൽ പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. കോഴ്സസ് ഓഫേർഡ്: BBA, BCom Finance, BCom Corporation, BA English. Newly added courses: BCA, BCom Logistics. Add-on courses: ACCA, Aviation and Logistics, Artificial Intelligence and Machine Learning, Cloud Computing and Data Science, Ethical Hacking and Cyber Security. Tellicherry Institute of Advanced Studies, Arts and Science College, affiliated to Kannur University and approved by Government of Kerala. Kundurmala, West Punyam, Talasheri. മാഹി മലയാള കലാഗ്രാമം അധിക ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചു. ഭരതനാട്യം, കുച്ചിപ്പുടി, കർണാട്ടിക് സംഗീതം, വായ്പാട്ട്, വയലിൻ, മൃദംഗം, പെയിന്റിംഗ്, മ്യൂറൽ പെയിന്റിംഗ്, യോഗ എന്നീ വിഷയങ്ങളിൽ അധിക ബാച്ചിലേക്കുള്ള പ്രവേശനം തുടരുന്നു. ഫോൺ 0490-233-2961, 8075-099-346, 9447-646-125. സ്ട്രോക്കിനെ ഫാസ്റ്റായി നേരിടാൻ ആസ്റ്റമിംസ് കണ്ണൂർ. ശരീരത്തിന്റെ ഒരു വശം പെട്ടെന്ന് തളർന്നു പോവുക, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, മുഖം ഒരു വശത്തേക്ക് കോടിപ്പോവുക, ബോധക്ഷയം തുടങ്ങിയവ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളാണ്. ശ്രദ്ധിക്കുക, ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഓരോ സെക്കൻഡും വളരെ വിലപ്പെട്ടതാണ്. സ്ട്രോക്കിന് കാരണമായ രക്തക്കെട്ടുകളെ എടുത്തുമാറ്റുന്ന സ്റ്റെൻഡിംഗ് രീതിയായ മെക്കാനിക്കൽ ട്രോംബക്ടമി പെട്ടെന്നുള്ള രോഗമുക്തിക്ക് ഫലപ്രദമായ ചികിത്സാ രീതിയാണ്. സ്ട്രോക്ക് ചികിത്സയിൽ ലോകത്ത് ലഭ്യമായിട്ടുള്ള എല്ലാ ചികിത്സാ രീതികളും സമന്വയിപ്പിച്ച ഉത്തര മലബാറിലെ 24/7 സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ ആസ്റ്റമിംസ് കണ്ണൂർ. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023222803,
9497360333. വാർത്തകൾ തുടരുന്നു. തലശ്ശേരി നഗരസഭ ബഡ്സ് സ്കൂൾ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. നഗരസഭ വൈസ് ചെയർമാൻ എം വി ജയരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. തലശ്ശേരി നഗരസഭ ബഡ്സ് സ്കൂൾ പ്രവേശനോത്സവം നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുന റാണി ടീച്ചർ നിർവഹിച്ചു. നഗരസഭയുടെ കീഴിലുള്ള ബഡ്സ് സ്കൂൾ എന്നുള്ള നിലക്ക് എല്ലാ സൗകര്യങ്ങളും, അതായത് ഇന്ന് നമുക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ബഡ്സ് സ്കൂളിൻ്റെ പ്രവർത്തനം ഇന്ന് വരെ നടന്നു പോന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുക, അവരെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക, നമ്മുടെ സാധാരണ പഠിക്കുന്ന കുട്ടികളോടൊപ്പം തന്നെ ഇപ്പോൾ പാട്ടുപാടിയ കുട്ടികളിലുണ്ട്, ഇവരെയൊക്കെ അവരുടെ കഴിവുകൾ പരിപോഷിപ്പിച്ച് പ്രായോഗിക ജീവിതത്തിന് ഉപയുക്തരാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെ, അത് അധ്യാപകരുടേതായാലും രക്ഷിതാക്കളുടേതായാലും സമൂഹത്തിൻ്റെ ആയാലും ഏറ്റവും വലിയ കടമ. അപ്പോൾ സാധാരണ കുട്ടികളെ പോലെയല്ല, അവർക്ക് ഒരുപാട് സപ്പോർട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. രക്ഷിതാക്കൾ മാത്രം വിചാരിച്ചാൽ നടക്കില്ല, അതുപോലെ അധ്യാപകർ മാത്രം വിചാരിച്ചാൽ നടക്കില്ല. ഒരു സമൂഹം അങ്ങനെ തന്നെ ഇവരുടെ പിന്നാലെ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഭാവിയിൽ നല്ലൊരു ജീവിതം അല്ലെങ്കിൽ അവർ അർഹിക്കുന്ന തരത്തിലുള്ള ഒരു അംഗീകാരവും കൊടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ നാളിതുവരെയുള്ള ഈ ബഡ്സ് സ്കൂളിൻ്റെ പ്രവർത്തനം വെച്ചുകൊണ്ട് നല്ല നിലയിലുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് നിസ്സംശയം പറയാം. കാരണം നമ്മുടെ കൗൺസിൽ ഈ ഒരു ബഡ്സ് സ്കൂള് നമ്മുടെ കൗൺസിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടെ വരുമ്പോൾ ഉള്ള സൗകര്യങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങളോ അല്ല ഇന്നിവിടെ ചെയ്തിരിക്കുന്നത്. വൈസ് ചെയർമാൻ എം വി ജയരാജൻ അധ്യക്ഷനായി. CDS ചെയർപേഴ്സൺ സനില സജീവൻ, CDS വൈസ് ചെയർപേഴ്സൺ സാജിദ ടീച്ചർ, മാനേജ്മെന്റ് കമ്മിറ്റി അംഗം വിജയകൃഷ്ണൻ, അംഗം സെക്രട്ടറി ഹരി പുതിയിലത്ത്, PTA പ്രസിഡന്റ് മനോഹരൻ, P അർച്ചന, VM സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ കുട്ടികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. തുടർന്ന് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. പാട്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവവും പഠനോപകരണ കിറ്റ് വിതരണവും നടന്നു. KP മോഹൻ MLA ഉദ്ഘാടനം ചെയ്തു. പാട്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവവും പഠനോപകരണ കിറ്റ് വിതരണവും KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. പഴയകാലത്തെ പോലെ ഇന്ന് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമുക്ക് എല്ലാ വീട്ടിലാണെങ്കിൽ കോവിഡ് കാലഘട്ടത്ത് വീട് ഒരു വിദ്യാലയമായിട്ട് മാറി, നമ്മുടെ രക്ഷിതാക്കൾക്ക് അതിൽ അധ്യാപകരായിട്ട് മാറി. അപ്പോൾ അതൊക്കെ തന്നെ മാറ്റങ്ങൾ വന്നപ്പോൾ ഇന്ന് വിദ്യാർത്ഥികളൊക്കെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് എന്താണ് വേണ്ടത് എന്നതിനെ കുറിച്ച് അവർക്ക് തന്നെ ബോധ്യമുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികളായി മാറുകയും പഠിപ്പ് എന്ന് പറയുമ്പോൾ പുസ്തകത്തിലുള്ളത് മാത്രം വായിച്ചു പഠിക്കുക എന്നതല്ല, മറ്റ് സാമൂഹ്യപരമായ, സാംസ്കാരികപരമായും കലാപരമായും കായികപരമായും ഉള്ള കാര്യങ്ങളെ കുറിച്ച് അറിയുകയാണ്. കായിക രംഗത്തെ കുട്ടികൾ വളർന്നു വരണം, കലാരംഗത്ത് വളർന്നു വരണം. അതുകൊണ്ട് തന്നെയാണ് ഈ മണ്ഡലത്തിൽ 147 വിദ്യാലയങ്ങളിലും സ്പോർട്സ് കിറ്റും അലമാരിയും മദ്രസയിലും വായിക്കാനുള്ള പുസ്തകങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NV ഷിനിജ അധ്യക്ഷയായി. പ്രിൻസിപ്പൽ ജമീല സ്വാഗതം പറഞ്ഞു. വാർഡംഗം വി രതി, KP പ്രമോദൻ, പ്രമോദ് ചിത്രം, P ഷൈജു, P റോഷ്ന, പ്രദീപൻ, സജിത് എന്നിവർ സംസാരിച്ചു. തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം കുനിപ്പറമ്പ് LP സ്കൂളിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തെക്കയിൽ ഉദ്ഘാടനം ചെയ്തു.
തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തക്കയിൽ ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം പുതിയ അധ്യാപകരുമായിട്ടാണ് നിങ്ങളോട് സമീപിക്കുന്നത്. നിങ്ങൾക്ക് പൂമ്പാറ്റകളെ പോലെ ആടിപ്പാടാനും കളിച്ചുല്ലസിക്കാനും നല്ല രീതിയിലുള്ള അധ്യാപനം നേടാനും ഈ പുതിയ വർഷം സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം നല്ല മക്കളായി നല്ല ഭാവിയുടെ വാഗ്ദാനങ്ങളായി മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാനുള്ളത്, നമ്മുടെ മക്കൾ നമ്മുടെ നാളത്തെ നമ്മുടെ സമ്പത്താണ്. നമ്മൾ സ്നേഹം കൊടുത്തും തലോടൽ കൊടുത്തും നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കണം എന്നാണ് രക്ഷിതാക്കളോട് പറയാനുള്ളത്. ഒരു വിദ്യാലയം എന്നത് ഒരു കെട്ടിടമോ പാഠപുസ്തകങ്ങളോ അല്ല. ഗാന്ധിജി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മനസ്സും ശരീരവും നമ്മുടെ മക്കളിൽ എത്രത്തോളം ആഴ്ന്നിറങ്ങുന്നുവോ, അറിവ് നേടുന്നതോടൊപ്പം എത്രത്തോളം തിരിച്ചറിവ് നേടാൻ സാധിക്കുന്നുവോ അപ്പോഴാണ് വിദ്യാഭ്യാസം പരിപൂർണതയിലേക്ക് എത്തുന്നത്. പഞ്ചായത്ത് അംഗം ഹാജറ യൂസഫ് അധ്യക്ഷയായി. വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷ കെ.പി. ഷമീന പാഠപുസ്തക വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഠനോപകരണ വിതരണം കോറോത്ത് അബ്ദുല്ല ഹാജി നിർവഹിച്ചു. CRC കോർഡിനേറ്റർ റീജ ടീച്ചർ, ഇബ്രാഹിം M എന്നിവർ സംസാരിച്ചു. അഹമ്മദ് P. സിറാജ് മുഖ്യാതിഥിയായി. പ്രധാനാധ്യാപകൻ N. നജീബ് സ്വാഗതവും P. വിനീഷ് നന്ദിയും പറഞ്ഞു. പൊന്നം സെറാംബിയിലെ ജോളി ലൈബ്രറിയുടെയും TK ഖാദർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പഠനോപകരണ കിറ്റ് വിതരണം നടത്തി. പൊന്നം മാപ്പിള LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് കിറ്റ് വിതരണം ചെയ്തത്. കതിരൂർ SI ജിഷ്ണു പഠനോപകരണ കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. 2 മാസമായിട്ട് വീടുകളിൽ സുരക്ഷിതരായി കളിക്കുകയും ചിരിക്കുകയും വീട്ടുകാരുടെ കൂടെ യാത്രകൾ പോവുകയും അങ്ങനെയൊക്കെ ചെയ്തു വന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു പെട്ടെന്ന് നിങ്ങളെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ ഒരു തെറ്റായിട്ടല്ല ഞാൻ പറയുന്നത്, റോഡിൽ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ കൃത്യമായി സൂക്ഷിച്ച് വേണം നിങ്ങൾ കിടക്കാൻ. നിങ്ങൾ ചെറിയ കുഞ്ഞു മക്കളായതുകൊണ്ട് നല്ല വലിയ വണ്ടിയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങളെ കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം, ഡ്രൈവർ നിങ്ങളെ കണ്ടു, നിങ്ങൾക്ക് വേണ്ടി ബ്രേക്ക് ഇട്ട് തന്നു എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ റോഡ് മുറിച്ച് കിടക്കാവുള്ളൂ. അതേപോലെ തന്നെ അമ്മയുടെ അച്ഛൻ്റെ കൈ പിടിച്ച് നിങ്ങൾ വഴിയെ നടക്കുമ്പോൾ ഒരു കാരണവശാലും വെള്ളക്കെട്ടുകൾ കാണുമ്പോഴും അതേപോലെ കൂട്ടുകാരെ കാണുമ്പോഴും ഒന്നും, ഇപ്പോൾ ഒരു കൂട്ടുകാരൻ റോഡിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത്, അപ്പോൾ അമ്മയുടെ കൈ വെട്ടിച്ചിട്ട് ഓടി അപ്പുറത്തേക്ക് കിടക്കാം, അങ്ങനെ തരത്തിലുള്ള ഒരു തരത്തിലുള്ള പ്രവൃത്തികളും നിങ്ങൾ ഏർപ്പെടരുത്. ജോളി ലൈബ്രറി പ്രസിഡന്റ് MB രതീഷ് അധ്യക്ഷനായി. രാജേഷ്, പ്രധാനാധ്യാപിക TK ജലീല, PTA പ്രസിഡന്റ് CP ഷമീദ, വയോജനവേദി സെക്രട്ടറി K കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. PP സുജയ സ്വാഗതവും ഷിംന ടീച്ചർ നന്ദിയും പറഞ്ഞു. പുതുമകളുടെയും അറിവിന്റെയും വാതായനങ്ങൾ തുറന്നുകൊണ്ട് പൂക്കോം മുസ്ലിം നോർത്ത് LP സ്കൂൾ. ഈ അധ്യയന വർഷം സ്കൂളിലെ പുതിയ മാറ്റം എല്ലാവരുടെയും ശ്രദ്ധ നേടുകയാണ്. വാർത്ത കാണാം. സ്കൂളിലെ 4 ക്ലാസ് മുറികളും തണുപ്പുള്ള പഠനമുറികളായി മാറ്റിയിരിക്കുകയാണ്. പാനൂർ ഉപജില്ലയിൽ ആദ്യമായാണ് ഒരു സ്കൂളിലെ മുഴുവൻ ക്ലാസ് മുറികളും എയർ കണ്ടീഷൻ ചെയ്തിരിക്കുന്നതെന്ന് ഇത് കാണാനെത്തിയ പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം പറഞ്ഞു. അധ്യയന വർഷം പൊതുവിദ്യാലയങ്ങളെല്ലാം മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറുകയാണ്. പൂക്കോം മുസ്ലിം നോർത്ത് LP സ്കൂളിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഈ വിദ്യാലയത്തിൻ്റെ ക്ലാസ് റൂമുകളെല്ലാം AC ആക്കിയിരിക്കുകയാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. കുട്ടികൾക്ക് മികച്ച പഠന നിലവാരത്തിലേക്ക് അവരെ മാറ്റിയെടുക്കാൻ അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും നമ്മുടെ നഗരസഭയിലെ വിദ്യാലയങ്ങളിലൊക്കെ ഉണ്ട്. ഇവിടെ പ്രത്യേകിച്ചും ഈ ക്ലാസ് റൂമുകളൊക്കെ AC ആക്കിക്കൊണ്ട് പ്രത്യേക രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ ഇവർ സജ്ജീകരിച്ചിരിക്കുകയാണ്. ചെറുകൈകളിൽ കുടയും ബാഗുമേന്തി ആകാംക്ഷയോടെയും അത്ഭുതത്തോടെയുമാണ് കുഞ്ഞുങ്ങൾ സ്കൂളിന്റെ പടികൾ കയറിയത്. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി കുഞ്ഞുങ്ങൾക്ക് മാനേജ്മെന്റ് ഒരുക്കിയത് എയർ കണ്ടീഷൻ ചെയ്ത ഈ ക്ലാസ് മുറികളായിരുന്നു. ഇനി ഏത് വേനലിലും വിദ്യാർത്ഥികൾക്ക് ചൂടിന്റെ ബുദ്ധിമുട്ടില്ലാതെ കിടിലൻ പാഠങ്ങൾ ആസ്വദിക്കാം. AC ഉണ്ട്, നല്ല തണുപ്പുണ്ട്, പിന്നെ നല്ല ദിവസമാണ്. അങ്ങനെ
പുതിയ സുഹൃത്തുക്കളെ കിട്ടി. ഒരു ഗ്രാമീണ സ്കൂളിൽ ഇത്തരം മികച്ച ഭൗതിക സാഹചര്യമാണ് മാനേജ്മെന്റ് ഒരുക്കിയിരിക്കുന്നത്. എല്ലാ റൂമുകളിലും AC ക്ലാസ്സുകൾ ഉണ്ട്. അതിനുകൂടെ കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താനുള്ള എല്ലാ സൗകര്യങ്ങളും മാനേജ്മെൻറ്റും നാട്ടുകാരൊക്കെ ഒരുക്കി തരുന്നുണ്ട്. ഇത് പൊതുവിദ്യാലയങ്ങൾക്ക് നല്ലൊരു മാതൃകയാണ്. PTA പൂർണ്ണ പിന്തുണയും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. പഠനമുറികൾ മാറുമ്പോൾ മനസ്സുകളും മാറുന്നു. ക്ലാസ് റൂമുകളിൽ ഒരുക്കിയ ഈ അന്തരീക്ഷം കുട്ടികൾക്ക് കൂടുതൽ മികവോടെ പഠിക്കാനുള്ള അവസരമാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് സ്കൂൾ അധികൃതരും പറഞ്ഞു. പുതിയ അധ്യയന വർഷം പുതുമകളോടെയും പ്രതീക്ഷകളോടെയുമാണ് പൂക്കോം മുസ്ലിം നോർത്ത് LP സ്കൂളിൽ ആരംഭിച്ചിരിക്കുന്നത്. ഒളവിലം SUM ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ചെണ്ടമേളവും പായസ വിതരണവും ഒരുക്കിയാണ് നവാഗതരെ വരവേറ്റത്. ചൊക്ലി ഗ്രാമപഞ്ചായത്ത് അംഗം PP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അത് ഓർമ്മിക്കുമ്പോഴാണ് ഇവിടെ എൻ്റെ ഒരു സുഹൃത്ത് അനീഷ് എവിടെയുണ്ട്, ഇവിടെ കുട്ടിയെ ഉണ്ടാക്കാൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസങ്ങൾക്കൊക്കെ വിദ്യാഭ്യാസ രീതികൾക്ക് ഈ വർഷം മുതൽ പല മാറ്റങ്ങളും സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഇന്നത്തെ നമ്മുടെ സമൂഹം നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ച് രക്ഷിതാക്കന്മാരൊക്കെ അറിഞ്ഞിട്ടുണ്ടായി. ഇന്നത്തെ ഇതെന്തൊരു സമൂഹമാണ് ഇപ്പം. കുഞ്ഞുങ്ങളെ മാത്രം കുറ്റം പറഞ്ഞാൽ നമുക്ക് തീരില്ല. നമ്മളും അതിന് ഉത്തരവാദികളാണോ എന്നൊരു സംശയം നമ്മളും പ്രകടിപ്പിക്കേണ്ടതുണ്ട്. കാരണം അവരെ മറ്റൊന്നിനും വിടാതെ അവരുടെ ജീവിതം ഭദ്രമാക്കാൻ വേണ്ടി ആണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നതെങ്കിലും അവരുടെ മനസ്സ് മനുഷ്യത്വത്തിലേക്ക് കടന്നു പോകാതെ ഒരു മൃഗീയാവസ്ഥയിലേക്കും അവർ സ്വയം ആനന്ദം കണ്ടെത്താൻ വേണ്ടി ലഹരിയിലേക്കും കടന്നു പോകുന്ന വല്ലാത്തൊരു സാഹചര്യം നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ കാണുന്നുണ്ട്. PTA വൈസ് പ്രസിഡന്റ് ഹാറൂൺ അധ്യക്ഷനായി. പാറേമൽ മൊയ്തു ഹാജി, അബ്ദുൽ നിസാർ, CV മുസ്തഫ ഹാജി, KT നാസർ, VK ഖാലിദ്, അബ്ദുൽ നാസർ ഫൈസി, സദർ ഉസ്താദ് എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ N ഹരിദാസ് സ്വാഗതവും വൈസ് പ്രിൻസിപ്പൽ വീണ നന്ദിയും പറഞ്ഞു. മധുരപലഹാര വിതരണവും നടന്നു. തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവവും വിജയോത്സവവും സംഘടിപ്പിച്ചു. തലശ്ശേരി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ VK രാജീവൻ ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം തലശ്ശേരി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ VK രാജീവൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് അരുൺ CG അധ്യക്ഷനായി. ഫാദർ ബെന്നി മണപ്പാട്ട്, പ്രിൻസിപ്പൽ ഷാജി ഫിലിപ്പ് എന്നിവർ അനുഗ്രഹ ഭാഷണം നടത്തി. സ്കൂൾ ഹെഡ് മാസ്റ്റർ ജെൻസൺ CR സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ജോയ് ജോസ് പോൾ നന്ദിയും പറഞ്ഞു. KM മയൂക ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. ലഹരിവിരുദ്ധ പ്രവർത്തനത്തിന്റെ സ്കൂൾ അംബാസഡറായി തെരഞ്ഞെടുക്കപ്പെട്ട SPC കാഡറ്റ് അംഗം 10ാം തരത്തിലെ റിഷിൻ റോഷിത്തിനെ പ്രധാനാധ്യാപകൻ ബാഡ്ജ് നൽകി ആദരിച്ചു. SSLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ച വിദ്യാർത്ഥികൾക്കും USS ജേതാക്കൾക്കും KG ജോൺസൺ മാസ്റ്റർ, റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡെന്നി ജോൺ, C കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, PTA വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സാജിദ്, PTA എക്സിക്യൂട്ടീവ് അംഗം ഫഷീസ് മുഹമ്മദ് എന്നിവർ ഉപഹാരങ്ങൾ നൽകി. പുരോഗമന കലാസാഹിത്യ സംഘം ഒളവിലം യൂണിറ്റിന്റെയും ഒളവിലം സഫ്തർ ഹാഷ്മി വായനശാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പ്രഭാഷണവും K-സ്മാർട്ട് പരിശീലനവും സംഘടിപ്പിച്ചു. വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. കേരളം പ്രത്യക്ഷത്തിനപ്പുറം എന്ന വിഷയത്തിൽ പുകാസ സംസ്ഥാന കമ്മിറ്റി അംഗം TM ദിനേശൻ പ്രഭാഷണം നടത്തി. LSS, USS, SSLC+2 പരീക്ഷകളിൽ വിജയികളായവരെ NB സുരേന്ദ്രൻ മാസ്റ്റർ, മുൻ ന്യൂമാഹി പഞ്ചായത്ത് പ്രസിഡന്റ് സുധ എന്നിവർ അനുമോദിച്ചു. നിവേക് പവിത്രൻ K-സ്മാർട്ട് പരിശീലനം നൽകി. പുകാസ പാനൂർ ഏരിയ സെക്രട്ടറി TTK ശശി, പുകാസ ഏരിയ ജോയിന്റ് സെക്രട്ടറി TT വേണുഗോപാൽ, ലൈബ്രറി കൗൺസിൽ പഞ്ചായത്ത് നേതൃസമിതി കൺവീനർ MK വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. വായനശാല സെക്രട്ടറി P സാജു അധ്യക്ഷനായി. പുകാസ ഒളവിലം യൂണിറ്റ് സെക്രട്ടറി N പ്രകാശൻ സ്വാഗതവും ജലീന നന്ദിയും പറഞ്ഞു.
നമ്മുടെ ഭൂമി നമ്മുടെ ഉത്തരവാദിത്വം എന്ന പ്രമേയത്തിൽ ജൂൺ 1 മുതൽ 10 വരെ കാലയളവിൽ SYS സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന പരിസ്ഥിതി ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം നടന്നു. പാനൂർ പുത്തൂർ മർക്കസിൽ KP മോഹൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. SYS ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് റഫീഖ് അമാനി തട്ടുമ്മൽ അധ്യക്ഷനായി. SYS സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന പരിസ്ഥിതി ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം KP മോഹനൻ MLA നിർവഹിച്ചു. നമ്മൾ നിയമം പാസ്സാക്കി 2008 തണ്ണീർത്തട നിയമം പാസ്സാക്കിയപ്പോൾ അതിനെതിരെ കുരിശുയുദ്ധവുമായി ഒരുപാട് സമ്പന്നർ മുന്നോട്ട് വന്നു. പക്ഷെ അതൊന്നും നോക്കാതെ സർക്കാർ നല്ലതായ തീരുമാനമെടുത്തു. ചതുപ്പ് നിലങ്ങളും തണ്ണീർത്തടങ്ങളും ഒക്കെ തന്നെ നികത്തരുത് എന്നത്. ഇന്ന് അതിൻ്റെ കൂടി ദുരന്തം അനുഭവിച്ചുകൊണ്ട്, അങ്ങനെ നികത്തിയതിൻ്റെ ദുരന്തവും കൂടി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലത്തും. പക്ഷേ ആ നിയമം വന്നില്ലായിരുന്നുവെങ്കിൽ ഒരു ഭൂമി പോലും നമുക്ക് ചതുപ്പ് വയലുകളായിട്ട് കാണാൻ സാധിക്കില്ലായിരുന്നു. അപ്പോൾ അത് ഏറ്റവും ആവശ്യവുമാണ്. അങ്ങനെ നിയമങ്ങൾ മുന്നോട്ട് വരുന്നത് നമ്മുടെ നാടിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. അത് നമ്മുടെ മനസ്സുകളിലൊക്കെ തന്നെ ഉണ്ടാകണം. ഇപ്പോൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇന്നിവിടെ തൈ നട്ടു. എല്ലാവരും തൈ നടുമ്പോൾ എത്ര തന്നെ പറഞ്ഞാൽ നമുക്കത് കാണാനും ഒരു സുഖമാണ്, അതിൻ്റെ ചോലയിൽ നിൽക്കാനും ഒരു സുഖമാണ്, ഒക്കെ തന്നെയാണ്. SYS സംസ്ഥാന ഉപാധ്യക്ഷൻ അബ്ദുൾ റഷീദ് സക്കാഫി മെരുവമ്പായി പരിസ്ഥിതി പ്രഭാഷണം നടത്തി. വൃക്ഷത്തൈ വിതരണോദ്ഘാടനം PV അബ്ദുൾ റഷീദ് പുത്തൂരിന് നൽകി കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി ഹനീഫ് പാനൂർ നിർവഹിച്ചു. സയ്യിദ് ഹുസൈൻ തങ്ങൾ, ഹനീഫ് പാനൂർ, SM മുഹമ്മദ് അലി മാസ്റ്റർ, VK മമ്മു, കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുള്ള ഹാജി പുത്തൂർ എന്നിവർ സംസാരിച്ചു. നവാസ് കുരാറ, സജീർ മുത്താർ പീടിക എന്നിവർ പങ്കെടുത്തു. ജില്ലാ ജനറൽ സെക്രട്ടറി KV സമീർ സ്വാഗതവും സോൺ ജനറൽ സെക്രട്ടറി മുനീർ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. കടുവത്തൂർ വെസ്റ്റ് UP സ്കൂൾ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ നടന്നു. തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തെക്കിയിൽ ഉദ്ഘാടനം ചെയ്തു. കടുവത്തൂർ വെസ്റ്റ് UP സ്കൂൾ പ്രവേശനോത്സവം തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തെക്കയിൽ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ സർഗവാസനകളെ പുറത്തെടുക്കാനും നല്ല രീതിയിലുള്ള മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന നല്ല അധ്യാപകരാണ് നമ്മുടെ സ്കൂളിലുള്ളത്. നമ്മുടെ സ്കൂളിനെ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പ്രതീക്ഷകരായി മാറാൻ നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. മരണപ്പെട്ട വിദ്യാർത്ഥിനി ഫാത്തിമ CPയുടെയും മുൻ മാനേജർ ആലി ഹാജിയുടെയും ഓർമ്മയ്ക്കായി 1 മിനിറ്റ് മൗനം ആചരിച്ചുകൊണ്ടാണ് പരിപാടി ആരംഭിച്ചത്. PT പ്രസിഡന്റ് സമദ് അറക്കൽ അധ്യക്ഷനായി. നവാഗതർക്കുള്ള സ്നേഹോപഹാരം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP ഷമീന നിർവഹിച്ചു. T മുഹമ്മദ് അഷ്റഫ്, സെക്രട്ടറി K ഖാലിദ് മാസ്റ്റർ, മാനേജർ Dr. K അബൂബക്കർ, OSA സെക്രട്ടറി K അബൂബക്കർ, സ്കൂൾ സബ് കമ്മിറ്റി കൺവീനർ നുഫൈസ, മദർ PT പ്രസിഡന്റ് A ഇബ്രാഹിം, SRG കൺവീനർ എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപകൻ മുഹമ്മദ് ഫാറൂഖ് സ്വാഗതവും KM അബ്ദുള്ള നന്ദിയും പറഞ്ഞു. തുടർന്ന് പ്രശസ്ത മജീഷ്യൻ ഷോബിൻ ജോസഫ് വടകര അവതരിപ്പിച്ച മാജിക് ഷോയും അരങ്ങേറി. മുഹമ്മദ് KK, ഹാസിം നൗഷാദ്, ബഹുമാനപ്പെട്ട ഐമൻ അബ്ദുള്ള, മുഹമ്മദ് സെയ്ഫ് അബ്ദുള്ള, ഫാത്തിമ. പാനൂർ അക്കാദമി പ്രവേശനോത്സവം നടത്തി. മറിമായം ഫെയിം ഉണ്ണിരാജ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. അക്കാദമി പ്രവേശനോത്സവം മറിമായം ഫെയിം ഉണ്ണിരാജ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് സ്നേഹം. ഞാന് നിങ്ങൾ ഭയങ്കര ബ്രില്യൻ്റാണ്, ബുദ്ധിമാന്മാരാണ്. നമ്മളൊന്നുമല്ല. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ആളാണ്, നാടകം പഠിപ്പിക്കാണ്ട്. അപ്പൊ നാടകം പഠിപ്പിക്കാൻ പോകുമ്പോ നമ്മളെ തിരിച്ചുപോയി. മാള രവീന്ദ്രൻ കേട്ടോ? മാള, അത് എന്റെ കട്ടണില്ലേ മാള. ഞാൻ അത് ചെറുങ്ങനെ ചെയ്യാം. അയാളെ പഴയ നടൻ മാള രവീന്ദ്രൻ.
കേട്ടോ? നിങ്ങളെ കൈയടിക്കലട്ടാ കഴിഞ്ഞിട്ട്. മാണ രവീന്ദ്രന്റെ രൂപഭാവങ്ങൾ ഞാൻ ചെയ്യാം. നോക്കിയോ, പെട്ടെന്ന് ഞാൻ മാറും. ആരാ ജയിക്കുന്നത്? ചിരിച്ചോ അടിച്ചാതെ ഞാൻ അങ്ങോട്ട് വരികയാണോ അല്ലെ ഇങ്ങോട്ട് വരികയാണോ? ഓട്ടെ നന്നായിട്ടൊരു കൈയടിച്ചു. എസ് അക്കാദമി ചെയർമാൻ ബാലിയിൽ മുഹമ്മദ് ഹാജി മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് ചെയർമാൻ കെ അബ്ദുള്ള അധ്യക്ഷനായി. എസ് പ്രിൻസിപ്പൽ നിവ്യ വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ കെ സുമയ്യ, PTA പ്രസിഡന്റ് അബ്ദുൽ നാസർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് അരങ്ങേറ്റുപറമ്പ് വാർഡ് ഗ്രാമസഭ ചേർന്നു. അരങ്ങേറ്റുപറമ്പ് UP സ്കൂളിൽ നടന്ന യോഗത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അരങ്ങേറ്റുപറമ്പിലെ 2 സ്കൂളുകളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരെയും ആദരിച്ചു. അരങ്ങേറ്റുപറമ്പിലെ 2 സ്കൂളുകളിൽ നിന്നും വിരമിക്കുന്ന പുഷ്പലത, ക്ഷീണകുമാരി എന്നീ അധ്യാപകരെയും SSLC, +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളായ ശ്രീഹർഷ്, അഭിരാമി, ജനാസ് ഷിജിത്ത്, ഹയ അമീന താരൂഖ് എന്നീ വിദ്യാർത്ഥികളെയുമാണ് ആദരിച്ചത്. തലശ്ശേരി ട്രാഫിക് പോലീസ് സബ് ഇൻസ്പെക്ടർ അശോകൻ പാലോറൻ ഉപഹാര സമർപ്പണം നടത്തി. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP ഷാജി, A ബാലൻ, മോഹനൻ മാസ്റ്റർ, അജിതകുമാരി, AB സാനു, ശ്രീലത തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമസഭാ കോർഡിനേറ്റർ പ്രഭ പദ്ധതി വിശദീകരണം നടത്തി. ദിവാകരൻ കാളിയെത്താൻ സ്വാഗതവും ജിബിന വാസു നന്ദിയും പറഞ്ഞു. ചമ്പാട് കുന്നുമ്മൽ UP സ്കൂളിൽ 2025-26 വർഷത്തെ പ്രവേശനോത്സവം വർണ്ണശബളമായി. നവാഗതരെ പൂച്ചെണ്ട് നൽകിക്കൊണ്ട് വരവേറ്റു. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A ശൈലജ ഉദ്ഘാടനം ചെയ്തു. ഈ പുതിയ അധ്യയന വർഷത്തില് നമ്മുടെ പുതിയ കൂട്ടുകാരെ സ്വീകരിക്കുന്നതിന് വേണ്ടി വളരെ സന്തോഷപൂർവമാണ് ഓരോ സ്കൂളിലെ അധ്യാപകരും PTA-യും നാട്ടുകാരും എല്ലാവരും ഒരുമിച്ചുകൊണ്ട് അവരെ വരവേൽപ്പിക്കുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങുകയാണ്. അത് നമ്മൾ ഈ അധ്യയന വർഷം ആരംഭിക്കുന്ന അല്ലെങ്കിൽ പ്രവേശനോത്സവ ഘട്ടങ്ങളിൽ മാത്രമല്ല, നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ അധ്യയന വർഷത്തിന്റെ അവസാനത്തിൽ ഓരോ അധ്യയന വർഷത്തിന്റെ അവസാനത്തിലും നാടിന്റെ ഉത്സവമായിട്ടാണ് നമ്മൾ വാർഷികാഘോഷം എല്ലാ കുട്ടികളെയും നാട്ടുകാരെയും എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് വാർഷികാഘോഷം കൊണ്ടാടുന്നത്. അതേപോലെ തന്നെ പുതിയ കൂട്ടുകാരെ എങ്ങനെയെല്ലാം നമ്മൾ സ്കൂളിലേക്ക് ആകർഷിക്കേണ്ടതുണ്ട്, ആ രീതിയിലുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ടാണ് നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് പ്രവേശനോത്സവത്തിന്റെ ഭാഗമായിട്ട് സ്വീകരിക്കുന്നത്. തുടർന്ന് നവാഗതരും രക്ഷിതാക്കളും അക്ഷരദീപം തെളിയിച്ചു.
വാർഡംഗം MV ബീന കുട്ടികൾക്കുള്ള പുസ്തക കിറ്റ് വിതരണം ചെയ്തു. PTA പ്രസിഡന്റ് പ്രശാന്ത്, മാനേജ്മെന്റ് പ്രതിനിധി VK രഘു എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപകൻ K ശരത് സ്വാഗതവും CK ദൃശ്യ നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. കൂത്തുപറമ്പ് തൃക്കണ്ണാപുരത്തെ സ്നേഹദീപം ബഡ്സ് സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. KP മോഹൻ MLA ഉദ്ഘാടനം ചെയ്തു. കൂത്തുപറമ്പ് തൃക്കണ്ണാപുരത്തെ സ്നേഹദീപം ബഡ്സ് സ്കൂളിൽ സംഘടിപ്പിച്ച പ്രവേശനോത്സവം KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇവിടെ പോകാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടി കുട്ടികൾക്ക് ഒരു വാന് വേണം, ഒരു നല്ല ചെറിയ മിനി ബസ്. അപ്പോൾ മിനി ബസ്സിന് 15 ലക്ഷം രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട് MLA ഫണ്ടിൽ നിന്നും. അത് അടുത്ത് തന്നെ അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് കുറേ കൂടി വിപുലീകരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് കൂടി പറയുകയാണ്. കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ V സുജാത ടീച്ചർ അധ്യക്ഷനായി. വാർഡ് കൗൺസിലർമാരായ P അശോകൻ, A ബിജുമോൻ, CDS ചെയർപേഴ്സൺ P ഷൈജ, NB അനുശ്രീ എന്നിവർ സംസാരിച്ചു. മെമ്പർ സെക്രട്ടറി ഷീന ലോറൻസ് സ്വാഗതം പറഞ്ഞു. സ്നേഹദീപം ബഡ്സ് സ്കൂളിന് വാഹനം വാങ്ങുന്നതിന് 15 ലക്ഷം രൂപ അനുവദിച്ചതായി MLA യോഗത്തിൽ അറിയിച്ചു. നവാഗതരെ സ്വാഗതം ചെയ്ത് പൂക്കോം മുസ്ലിം LP സ്കൂൾ. പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം നിർവഹിച്ചു. പൂക്കോം മുസ്ലിം LP സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടനം ചെയ്തു. നിറപ്പകട്ടോടുകൂടി സുന്ദരമായ അന്തരീക്ഷം ഒരുക്കി പ്രിയപ്പെട്ട കൊച്ചുമക്കളെ വരവേൽക്കുകയാണ്. പാനൂർ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മേഖലയെ പരിപോഷിപ്പിക്കാൻ ഒട്ടേറെ നൂതന ആശയങ്ങളും പദ്ധതികളും കൊണ്ടുവന്ന് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ ഏറ്റവും മികച്ച നിലവാരത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്കറിയാം, പുതുതായി കടന്നു വരുന്ന നമ്മുടെ കൊച്ചുമക്കൾ, ആ മക്കൾക്കുള്ള പ്രവേശനോത്സവത്തോടനുബന്ധിച്ചുള്ള കിറ്റടക്കം നമ്മുടെ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രിയപ്പെട്ട VK ഇബ്രാഹിം ആലിക്കയുടെ നേതൃത്വത്തിലുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിദ്യാഭ്യാസ മേഖലകളിൽ നടന്ന പരിഷ്കാരങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, ഇതൊക്കെ ഏറ്റവും നന്നായി ഫണ്ട് വെച്ചുകൊണ്ട് ഓരോ തരത്തിലും മികച്ച പ്രവർത്തനങ്ങൾ നഗരസഭയുടെ ഭാഗത്തു നിന്ന് നടന്നു വരികയാണ്. PTA പ്രസിഡന്റ് P മിഥിലാജ് അധ്യക്ഷനായി. വാർഡ് കൗൺസിലർ CH സ്വാമിദാസൻ പഠനോപകരണ കിറ്റ് വിതരണം നടത്തി. IMS സെക്രട്ടറി YM അസ്ലം, പ്രസിഡന്റ് PP അസീസ്, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി RM റഹീസ്, മദർ PTA പ്രസിഡന്റ് റാഹില ടീച്ചർ, ജംഷീദ് ടീച്ചർ, KV നൌഷാദ്, സലീം ചാമ്പേത്ത് എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപകൻ KP അസീസ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി MD സരിത നന്ദിയും പറഞ്ഞു. പുല്ലൂക്കര അൽ മദ്രസത്തു സലഫിയ പ്രവേശനോത്സവം 2025 നടന്നു. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടനം ചെയ്തു. പുല്ലൂക്കര അൽ മദ്രസത്തുലഫിയ പ്രവേശനോത്സവം നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടനം ചെയ്തു. പഴയ കാലങ്ങളിൽ വ്യത്യസ്തമായി മതപരമായ കാഴ്ചപ്പാടുകൾക്കപ്പുറത്ത് അതോടൊപ്പം തന്നെ ഭൗതികമായ വീക്ഷണങ്ങൾ വിദ്യാഭ്യാസ മേഖലയോടൊപ്പം ചേർന്നുകൊണ്ട് ഒരു സമൂഹത്തെ എങ്ങനെ ഉന്നതിയിലെത്തിക്കാം എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പുതിയ കാലം വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ മദ്രസാ സ്ഥാപനങ്ങൾ അതുകൊണ്ട് തന്നെ അതും കൂടി ചേർത്തുകൊണ്ടാണ്
മുന്നോട്ട് പോകുന്നത്. ഒരു സമൂഹത്തിൽ ഏറ്റവും നല്ല വ്യക്തിയാവുക അത് ജീവിത നിലവാരം കൊണ്ടും കുടുംബപരമായും സാമൂഹ്യ അന്തരീക്ഷം എങ്ങനെ ഗുണകരമാക്കി മാറ്റുക എന്നത് മദ്രസ പഠനങ്ങളിൽ അതുകൂടി ഉണ്ട് എന്നത് നമുക്കെല്ലാം അറിയാം. NK സാലിം മദനി അധ്യക്ഷനായി. ഡോക്ടർ ടി മുഹമ്മദ്, കൗൺസിലർ പി സീനത്ത് ടീച്ചർ, പൊയിൽ മൂസ ഹാജി, അലി കുയ്യാലി, ഷമീർ മൗലവി, ഹബീബ് ടീച്ചർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മദ്രസ പൊതുപരീക്ഷയിൽ ഉന്നത വിജയികളെയും SSLC, +2 തുടങ്ങി വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയവരെയും ഉപഹാരം നൽകി അനുമോദിച്ചു. കാരണം എന്റെ മാഷ് എന്നെ പഠിപ്പിച്ചത് നിങ്ങൾ പറഞ്ഞ പോലെ മുതിർന്നവരെ ബഹുമാനിക്കാനും അങ്ങനെ കുറെ മൂല്യങ്ങളാണ്. നമ്മളൊന്നും പഠിക്കുമ്പോൾ ഇതുപോലുള്ള അനുമോദനങ്ങൾ കുറവായിരുന്നു. കരിയർ ഗൈഡൻസ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് എല്ലാ സ്ഥലത്തും ക്ലാസ് ഇല്ല അല്ലെ. നമ്മള് നീറ്റിനും JEE എഴുതാൻ വേണ്ടിയിട്ട് എല്ലാ കുട്ടികളെയും +2 കഴിഞ്ഞാൽ പാലക്കും പിന്നെ സൈലത്തിലേക്കും ബ്രില്യൻസിലേക്കും പറഞ്ഞയക്കുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല. എന്താ ഉണ്ടായിരുന്നത്? അവരെ കുറെ മൂല്യങ്ങളായിരുന്നു പഠിപ്പിച്ചിരുന്നത്. അതിന്റെ കൂടെ കൂടുതൽ ഇമ്പോർട്ടൻസ് പഠിച്ചൊരു തൊഴിൽ നേടുക എന്നുള്ളതിനേക്കാളും എന്തായിരുന്നു പഠിച്ച് നന്നാവുക. അങ്ങനെ നമ്മൾ പറയാം, പഠിച്ച് നന്നാവാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ ഇപ്പോഴോ പഠിച്ച് തൊഴിൽ നേടാനാണ്. അതായത് എന്റെ മാഷ് പഠിപ്പിച്ചത് മുതിർന്നവരെ ബഹുമാനിക്കണം, മുതിർന്നവരെ കണ്ടാലേ നേരിട്ട് നിൽക്കണം എന്നൊക്കെയാണ്. അതേ സ്ഥാനത്ത് ഇപ്പൊ ഞാൻ എന്റെ കുട്ടികളെ പഠിപ്പിക്കുന്ന അതല്ല, നിങ്ങളുടെ സീറ്റ് നിങ്ങൾ പിടിച്ചോളണം എന്നാണ്. പെരിങ്ങത്തൂർ റേഞ്ച് മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ റേഞ്ചിലെ മദ്രസ അധ്യാപകർക്ക് ബക്രീദ് കിറ്റ് വിതരണവും പൊതുപരീക്ഷകളിൽ വിവിധ ക്ലാസുകളിൽ +ടോപ്പ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. അണിയാരം ചെറുവോട്ട് നൂറുൽ ഹുദ മദ്രസയിലാണ് പരിപാടി നടന്നത്. അധ്യാപകർക്കുള്ള ബക്രീദ് കിറ്റ് വിതരണവും പൊതുപരീക്ഷകളിൽ വിവിധ ക്ലാസുകളിൽ +ടോപ്പ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും അണിയാരം ചെറുവോട്ട് നൂറുൽ ഹുദ മദ്രസയിലാണ് നടന്നത്. സയ്യിദ് സഫ്വാൻ തങ്ങൾ ഏഴിമല ഉദ്ഘാടനം ചെയ്തു. മക്കൾ പഠിച്ച് വലുതാവണം. പഠിച്ച് വലുതാവുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങലാണ്. ആ മാർക്ക് വാങ്ങുന്ന കുട്ടികളെ അഭിനന്ദിക്കുകയും അനുമോദിക്കുകയും ചെയ്യുക. അതൊക്കെ പക്ഷേ നീതിയുള്ള കാര്യമാണ്. അനുമോദിക്കുന്ന കാര്യവും അഭിനന്ദിക്കുന്ന കാര്യവും അള്ളാഹു കബൂലാക്കട്ടെ. ആ മക്കൾ നല്ല ഉയരത്തിലേക്കും ജീവിതത്തിന്റെ പല വലിയ മേഖലകളിലേക്ക് എത്താൻ അള്ളാഹു തൗഫീഖ് നൽകണം. അതോടൊപ്പം തന്നെ ഇതിന് നേതൃത്വം നൽകിയ മാനേജ്മെന്റ് എന്റെ പ്രിയപ്പെട്ട മാഷ് സുലൈമ മാഷ് ഒത്തുപോകാൻ അള്ളാഹു തആല കബൂലാക്കട്ടെ. ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുന്ന ബഹുമാനപ്പെട്ട സുലൈമ മാഷ് സ്വന്തം സഹചാരിയാണ്. ബഹുമാനപ്പെട്ട മാഷ് ഇസ്മായിൽ മാഷ് അല്ലാഹു തആല ആഫിയത്ത് നൽകട്ടെ. ഒരുപാട് കാലം ഇതിനുവേണ്ടി സേവനം ചെയ്യാൻ, ഇതിനുവേണ്ടി സഹായിക്കാൻ നമുക്കെല്ലാം കഴിയട്ടെ എന്ന് ദുആ ചെയ്യാം. അതോടൊപ്പം തന്നെ കലുഷിതമായ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയെന്നല്ല അർത്ഥം. മലയവസ്ഥ അല്ലെ. ഇപ്പോ ഉള്ള ഇടങ്ങേറുള്ള കാലാവസ്ഥ എല്ലാവരും ദുആ ചെയ്യാം, റാഹത്തായി തീരണം. മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് EA നാസർ അധ്യക്ഷനായി. SYS സംസ്ഥാന വൈസ് പ്രസിഡന്റ് മലയമ്മ അബൂബക്കർ ഭാഗവി അനുഗ്രഹ പ്രഭാഷണം നടത്തി. അല്ലാഹുവിന്റെ ദീനിന്റെ ആളുകളെ ആദരിക്കുക എന്നുള്ളതാണ് ദീൻ. അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കുക. അല്ലാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങളാണ് യഥാർത്ഥത്തിൽ മൗലവീങ്ങൾ അല്ലെങ്കിൽ അധ്യാപകന്മാർ. കാണുമ്പോൾ തന്നെ അള്ളാഹുവിനെ ഓർമ്മിക്കാൻ സാധിക്കും. കാണുമ്പോൾ തന്നെ അള്ളാഹുവിന്റെ ദീൻ നമ്മുടെ മനോമുഖത്തിൽ വരുത്താൻ അവർക്ക് സാധിക്കും. റേഞ്ച് പ്രസിഡന്റ് മുഹിദ്ദീൻ ബാഗവി, സെക്രട്ടറി അബ്ദുറഹ്മാൻ ധാരിമി, SYS ജില്ലാ സെക്രട്ടറി സമീർ സക്കാഫി, NA ഇസ്മയിൽ, അയ്യൂബ് സക്കാഫി, ഹംസ സക്കാഫി, കാസിം ഹാന, RT ഉസ്മാൻ മാസ്റ്റർ, MR സലീം, UK മുഹമ്മദ് അലി, മൊട്ടത്ത് ഹമീദ് ഹാജി, ഇബ്രാഹിം മൂവനി, PK മുസ്തഫ ഹാജി എന്നിവർ സംസാരിച്ചു. റേഞ്ചിലെ 100ഓളം അധ്യാപകർക്കാണ് കിറ്റ് വിതരണം നടത്തിയത്. 21 ടോപ്പ് ജേതാക്കളെയും 11 അധ്യാപകരെയും അനുമോദിച്ചു.
തൃപ്രങ്ങോട്ടൂർ LP സ്കൂൾ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. തൃപ്രങ്ങോട്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൊള്ളുമ്മൽ ബാലൻ ഉദ്ഘാടനം ചെയ്തു. തൃപ്രങ്ങോട്ടൂർ LP സ്കൂൾ പ്രവേശനോത്സവം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൊള്ളുമ്മൽ ബാലൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KP പ്രനീഷ് അധ്യക്ഷനായി. നവാഗതർക്ക് മാരുതി ഇൻഡെക്സ് മോട്ടോർ സമ്മാനങ്ങൾ ഒരുക്കി. കൂടാതെ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ പഠനോപകരണ കിറ്റുകളും നൽകി. സ്കൂൾ മാനേജർ അനന്തകൃഷ്ണൻ, അധ്യാപകമാരായ ബുഷറ, സ്മിത എന്നിവർ സംസാരിച്ചു. സൈക്കോളജിസ്റ്റും പ്രഭാഷകനുമായ ഡോക്ടർ ശശിധരൻ മാസ്റ്റർ, LSS വിജയികളായ ധാർമിക് ദക്ഷ്, തനൈ S വിനി, ഷാൽവിൻ B എന്നിവർക്ക് ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. വിദ്യാലയമാക്കി മാറ്റുവാനുള്ള പ്രവർത്തനം വരുന്ന ദിവസങ്ങളിൽ ആരംഭിക്കുകയാണ് എന്നാണ് മാനേജർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ കുടുംബത്തിലെ സൗകര്യങ്ങൾക്കനുസൃതമായി തന്നെ നമ്മുടെ വിദ്യാലയങ്ങളും മാറി വരേണ്ടതായിട്ടുണ്ട്. ശുചിത്വമുള്ള ക്ലാസ് മുറികളും അവിടെയുള്ള എല്ലാ ആധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളും, ശുചിമുറിയും ഭക്ഷണം കഴിക്കുവാനുള്ള മുറിയും ആധുനിക ടെക്നോളജിയുടെ സഹായത്താലുള്ള പഠന പ്രവർത്തനങ്ങളുമൊക്കെ നമ്മുടെ കുട്ടികൾക്ക് അവകാശപ്പെട്ടതാണ്. അതൊന്നും നമുക്ക് കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് അത് കുട്ടികൾക്ക് നിഷേധിക്കുവാൻ നമ്മൾക്ക് അവകാശമില്ല. അതൊക്കെ കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ പ്രഥമവും പ്രധാനവുമായ കർത്തവ്യമെന്ന് പറയുന്നത്. പ്രധാന അധ്യാപകൻ VP സുനീഷ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി അരുൺ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. 40 വർഷത്തെ രാജ്യസേവനത്തിനു ശേഷം വിരമിച്ച് നാട്ടിലെത്തിയ CRPF ഇൻസ്പെക്ടർ പ്രേമരാജൻ അമ്പന് സ്വീകരണം നൽകി. കണ്ണൂർ CRPF കൂട്ടായ്മയുടെയും മുഴപ്പാല ദേശവാസികളുടെയും നേതൃത്വത്തിൽ ജന്മദേശമായ മുഴപ്പാലയിലാണ് സ്വീകരണം ഒരുക്കിയത്. അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ലോഹിതാക്ഷൻ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. CRPF കണ്ണൂർ കൂട്ടായ്മ രക്ഷാധികാരി KP രവീന്ദ്രൻ അധ്യക്ഷനായി. വാർഡംഗം P വത്സല, ഓൾ ഇന്ത്യ പാരാമിലിറ്ററി അസോസിയേഷൻ സെക്രട്ടറി C ബാലകൃഷ്ണൻ, CRPF പെൻഷൻ ഫോറം സെക്രട്ടറി MK ഗോപിനാഥൻ, KK ജയരാജൻ, P ഭാസ്കരൻ, E സജീവൻ എന്നിവർ സംസാരിച്ചു. അഡ്മിൻ M സുരേഷൻ സ്വാഗതവും KK പ്രദീപൻ നന്ദിയും പറഞ്ഞു. പ്രേമരാജൻ മറുപടി പ്രസംഗം നടത്തി. 1985 പ്രേമരാജൻ CRPFൽ ജോയിൻ ചെയ്തത്. ഭുവനേശ്വരിൽ പ്രാഥമിക പരിശീലനം പൂർത്തിയാക്കിയ ശേഷം രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ സേവനം അനുഷ്ഠിച്ചു. NST കമാൻഡോ ആയും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. സ്വീകരണ ചടങ്ങിൽ കണ്ണൂർ CRPF കൂട്ടായ്മയിലെ അംഗങ്ങളും കുടുംബാംഗങ്ങളും നാട്ടുകാരും പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കണ്ണൂർ വിമാനത്താവളത്തിൽ മെയ് മാസത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ വർധന. യാത്രക്കാരുടെ എണ്ണത്തിൽ 29%, വിമാന സർവീസുകളുടെ എണ്ണത്തിൽ 36% വർധനവ്. കളിയുടെയും വിശ്രമത്തിന്റെയും അവധിക്കാലത്തിനു വിട. 2 മാസത്തെ വേനലവധിക്കാലത്തിനു ശേഷം സ്കൂളുകൾ തുറന്നു. തലശ്ശേരി നഗരത്തിൽ അപകട ഭീഷണി മുഴക്കി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കി തുടങ്ങി. ആദ്യം മുറിച്ചു നീക്കിയത് പനങ്കാവ് ലൈനിലെ ഒരു കച്ചവട സ്ഥാപനത്തിന് മുന്നിലെ തണൽ മരം. നന്മയും സ്നേഹവും വിളയുന്ന കാലത്തെ വരവേൽക്കാൻ പുതിയ അധ്യയന വർഷം വഴിയൊരുക്കുമെന്ന് KP മോഹൻ MLA. വിദ്യാലയ അന്തരീക്ഷം മനോഹരമാക്കാൻ സർക്കാർ ജാഗ്രതയോടെ കൂടെയുണ്ടെന്നും MLA. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.